എന്റെ സുഹൃത്തായ ജോസഫ് ബോസയെ എനിക്ക് അവിടെ വെച്ച് കാണാനും ഒരല്പനേരം അവന്റെ കൈപിടിച്ചു കുലുക്കാനും കഴിഞ്ഞത് ആകസ്മികം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. എബ്രായറിലേക്ക് 1-ാം അധ്യായത്തിൽ നിന്നും ഒരു ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. രാത്രിയിലേക്ക് ഒരു വിഷയത്തെ കൊണ്ടുവരാനായി ഞാൻ 1, 2 പിന്നെ 3 വാക്യമെടുക്കുന്നു. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രതിഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയാലുള്ള വചനത്താൽ വഹിക്കുന്നവനാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഇപ്പോൾ അവന്റെ ദിവ്യ സാന്നിധ്യത്തിൽ അവനെ അറിയിക്കാനായി നിങ്ങൾക്കൊരു അപേക്ഷയുണ്ട് എങ്കിൽ നിങ്ങളുടെ അപേക്ഷ ദൈവത്തിനോട് നിങ്ങളുടെ കൈ നിങ്ങൾ ഉയർത്തുമോ? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ അങ്ങയുടെ സിംഹാസനത്തിന് മുന്നിലേക്ക് ഞങ്ങളിപ്പോൾ കടന്നു വരുന്നു. ഞങ്ങൾക്ക് ഈ തീർച്ചപ്പെടുത്തൽ ലഭിച്ചിരിക്കുന്നു. അതായത് അവന്റെ നാമത്തിൽ ഞങ്ങൾ എന്തു ചോദിച്ചാലും അത് അനുവദിക്കുന്നതാണ്. അത് മാത്രമല്ല, അവിടുന്ന് ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അറിയുകയും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സകലതും നീ തരാമെന്ന് അവിടുന്ന് തന്നെ വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ആകയാൽ പിതാവേ, നീ ഞങ്ങളെ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. നിന്റെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ തന്നെ നിന്റെ ഇഷ്ടം ഭൂമിയിലും നിറവേറണമേ. ഇന്ന് രാത്രിയിലെ ഞങ്ങളുടെ അപേക്ഷ അത് നൽകാനുള്ള അങ്ങയുടെ ഇഷ്ടം പോലായിരിക്കുകയും ഈ വിശേഷമായ അവസരങ്ങളെ ഞങ്ങൾക്ക് അനുവദിക്കുകയും ചെയ്യണമേ. കർത്താവേ, വചനത്തെ അഭിഷേകം ചെയ്യണമേ. സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് വചനത്തിന്റെ കാര്യസ്ഥനായി ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഇടയിലേക്ക് വരാനിടയാകട്ടെ. ഇത് ഞങ്ങൾ അവന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. നാളെ രാവിലെ പൂർണ്ണ സുവിശേഷ വാണിജ്യക്കാരുടെ പ്രാതലാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. സാധാരണ എവിടെയാണോ അങ്ങനെയുള്ള ഒരു വിഭാഗക്കാരുള്ളത്, എനിക്ക് അവരുടെ പ്രാതലിൽ സംസാരിക്കാനുള്ള അവസരം ലഭിക്കാറുണ്ട്. ഈ സമയം ആ ഒരൊറ്റ സംഘടനയാണ്. അതൊരു സംഘടനയല്ല, എന്നാൽ ഞാനായിരിക്കുന്ന ഏക കൂട്ടർ അത് സുവിശേഷ വാണിജ്യക്കാരുടേതാണ്. ഇപ്പോൾ വളരെ അടുത്തായി ഞാൻ അവർക്ക് വേണ്ടി രാജ്യാന്തരമായി സംസാരിച്ചിരുന്നതേയുള്ളൂ. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ കൂടി വരവ് വ്യർത്ഥമായി പോകില്ല എന്ന് നാം പ്രത്യാശിക്കുന്നു. എനിക്ക് തൊണ്ടയടപ്പുണ്ട്, ക്ഷീണമുണ്ട്. ഒരല്പം അധികമായി തൊണ്ടയടച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഞാൻ ട്യൂഷനിൽ നിന്നും വരികയാണ്. അവിടെ നല്ല വരൾച്ചയായിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോൾ അതിന് നേരെ വിപരീതം നല്ല നനവായിരിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടി ഇവിടെയുള്ള മുഴുവൻ വെള്ളവും എടുത്തിട്ട് ഞങ്ങൾ പോയിരുന്നിടത്തേക്ക് അയച്ചിരുന്നു എങ്കിൽ ഞങ്ങൾ അതിനെ അഭിനന്ദിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾക്കോ അത് ചെയ്യാൻ കഴിയുന്നതല്ല. തീർച്ചയായും ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. അവിടെ ഒരു ദൃഷ്ടാന്തമായ കാര്യമുണ്ട്. നമ്മുടെ അരിസോണയിലെ എല്ലാ വസ്തുക്കളും നമ്മുടെ മരങ്ങളിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നതാണ്. സകലത്തിലും ഒരു പറ്റിപ്പിടിച്ചിരിക്കുന്നതിനെ കാണാനാകും. അതുകൊണ്ടാണ് അവിടെ ഉണക്കായിരിക്കുന്നത്. ഇപ്പോൾ അതേ ചെടി തന്നെ ഇവിടെ വളർത്തിയിരുന്നു എങ്കിൽ അതിനൊരു നല്ല മനോഹരമായ ഇല ഉണ്ടാകുമായിരുന്നു. നോക്കൂ, അതിന് വെള്ളം അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അതങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. സഭയും വെള്ളവും ജീവനുമില്ലാത്തതായി തീരുമ്പോൾ അതും കൂടെ പറ്റിപ്പിടിച്ചിരിക്കുന്നതും ഉണക്കുള്ളതുമായി തീർന്നിട്ട് എല്ലാത്തിലും തുരന്നു കയറി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. എന്നാൽ എവിടെയാണോ ജീവന്റെ ജലധാരയുള്ളത് അവിടെ അതിന്റെ ഇല അത് വിടർത്തി തളിരിടുകയും ദൈവത്തിന് വിശുദ്ധവും സ്വീകാര്യവുമായ മൃദവും മാധുര്യവും ഉള്ളതായി തീരുന്നു. അതുകൊണ്ട് കർത്താവായ ദൈവം നാം പറ്റിപ്പിടിച്ചിരിക്കുന്നവരാകാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ നമ്മെ നനച്ചിട്ട് നല്ല ഇലകളുള്ളവരായി തന്നിഷ്ടക്കാരായ ജനങ്ങൾ നമ്മുടെ ഛായായ മരത്തിന് കീഴിലിരുന്ന് അവരുടെ പ്രാണങ്ങൾക്ക് വിശ്രാമം കണ്ടെത്താനിടയാകട്ടെ. ഇപ്പോൾ കർത്താവ് അനുവദിക്കുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാനൊരു വിഷയത്തിന്മേൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ശബ്ദം തീരെ ഇല്ലാത്തതിനാൽ ഞാൻ ഈ മൈക്രോഫോണിനെ പരമാവധി എന്റെ അടുത്തേക്ക് വലിക്കുകയാണ്. എബ്രായർ 1:1 വായിച്ചതിൽ നിന്നും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതിൽ നിന്നും ഒരു വിഷയമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സവിശേഷതകളാൽ ദൈവം തന്നെ സ്വയം തിരിച്ചറിയിക്കുന്നു. ഞാനത് വീണ്ടും ആവർത്തിക്കട്ടെ, കാരണം ഇവിടെയുള്ള ഈ ശബ്ദ ക്രമീകരണം നന്നല്ല. സവിശേഷതകളാൽ ദൈവം തന്നെ സ്വയം തിരിച്ചറിയിക്കുന്നു. ഇപ്പോൾ ഏകദേശമുള്ളതെല്ലാം അതിന്റെ സവിശേഷതകളാലാണ് തിരിച്ചറിയപ്പെടുന്നത്. എനിക്ക്
ഞാനിവിടെ കുറച്ച് തിരുവചനങ്ങളെ കുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്നുമാണ് ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്തിന്റെയെങ്കിലും സവിശേഷതകളാണ് അത് എന്താണ് തിരിച്ചറിയിക്കുന്നത്? പ്രാകൃതമായി എല്ലാത്തിലും എന്ന പോലെ അനേക നേരങ്ങളിലും പൂക്കളെ തിരിച്ചറിയുന്നത് അതിന്റെ സവിശേഷതകളാലാണ്. ഒരു ഉപവർഗത്തെ മറ്റൊന്നുമായി അവ സാമ്യമുള്ളതായിരുന്നാലും ആ പൂവിന്റെ സവിശേഷതകളാണ് അത് ഏത് പൂവാണെന്ന് തിരിച്ചറിയിക്കുന്നത്. കാട്ടുമൃഗങ്ങളിലും അനേക നേരങ്ങളിൽ ഞാനൊരു വേട്ടക്കാരനാണ്. നിങ്ങൾക്ക് വേട്ടയാടുന്ന മൃഗത്തിന്റെ സവിശേഷതകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ചില നേരങ്ങളിൽ നിങ്ങൾ തീർച്ചയായും ചതിക്കപ്പെടും. ഉദാഹരണത്തിന് ബ്രിട്ടീഷ് കൊളംബയിലെ സ്റ്റോൺ ഷീപ്പ് പോലെ ഇവിടെയുള്ള ചില സഹോദരന്മാരുമായി കഴിഞ്ഞ മഞ്ഞുവീഴ്ചയിൽ ഞാൻ യോക്കോണിന്റെ കീഴിലായിരുന്നത് പോലെ ഞങ്ങൾ അവിടെ വേട്ടയാടുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കതിന്റെ വ്യത്യാസം അറിയില്ല എങ്കിൽ നിങ്ങളൊരു ആടിനെയാണോ അതല്ല മാനിനെയോ അതിന്റെ കാൽച്ചുവട് നോക്കി പോകുമ്പോൾ നിങ്ങൾ ഒരു കുശാഗാത്രനായ വേട്ടക്കാരനാകാതിരിക്കുന്നിടത്തോളം നിങ്ങൾക്കതിന്റെ വ്യത്യാസം പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അവയ്ക്ക് രണ്ടിനും ഒരേപോലുള്ള കാൽച്ചുവടുകളാണുള്ളത്. അവർ ദൂരത്തേക്ക് ഓടിക്കഴിയുമ്പോൾ അവ കുതിച്ചാണ് ചാടുന്നത്. ഒരെണ്ണം അല്പ അകലത്തായി അവന്റെ തല ഒളിപ്പിച്ചു നിൽക്കുന്നതായി നിങ്ങൾ കാണാനായാൽ നിങ്ങൾക്ക് കട്ടിച്ചേ അതിന്റെ വ്യത്യാസം അറിയാൻ സാധിക്കൂ. അവയുടെ പൃഷ്ഠഭാഗം ഏകദേശം ഒരേ മുഴുപ്പായിരിക്കും. മാനിനെ പോലെ തന്നെ അതും വെളുത്തിരിക്കും. അവയെപ്പറ്റി പറയുന്നത് വളരെ കഠിനമായ കാര്യമാണ്. എന്നാൽ അവന്റെ കൊമ്പുകളാലാണ് അവന്റെ സവിശേഷതകളെ തിരിച്ചറിയുന്നത്. ആടിന് ഉരുണ്ട കൊമ്പുകളാണുള്ളത്. മാനിന്റേത് മുൾമുന പോലെ പുറത്തേക്ക് നിൽക്കുന്നവ. മറ്റൊരു കാര്യം, മാൻ ഭക്ഷണത്തിനായി അത്രയും ഉയരത്തിലേക്ക് പോകാറുമില്ല. അത് മാത്രമല്ല, ഒരു കോലാടിനെയും കൂടെ നോക്കാം. നിങ്ങൾ നടന്ന് മലയുടെ മുകളിലെത്തുന്നു. ഒരു കോലാടിനും ചെമ്മരിയാടിനും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം അവ രണ്ടും മലയുടെ മുകൾ ഭാഗത്താണ് തങ്ങുക. നിങ്ങൾ അവിടെ വ്യത്യാസം അറിഞ്ഞിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കോലാട് അവൻ നടക്കുമ്പോൾ തന്നെ അവന്റെ കാൽ ഇടറാറുണ്ട്. എന്നാൽ ചെമ്മരിയാടിനോ അവൻ നടക്കുമ്പോൾ അവന്റെ കാലിനെ ഇങ്ങനെ അമർത്തിയാണ് നടക്കുക. അവൻ എങ്ങനെയാണ് നടപ്പാതുണ്ടാക്കുന്നത് എന്നതിനും സവിശേഷതകളുണ്ട്. അത് എങ്ങനെയാണ് പെരുമാറുന്നതെന്നും അത് എന്തെല്ലാമാണ് തിന്നുന്നതെന്നും മറ്റുള്ളതെല്ലാം അറിഞ്ഞാലേ നിങ്ങൾക്ക് അതിന്റെ സവിശേഷതകളാൽ വേട്ടയാടുന്ന പദ്ധതിയെ തയ്യാറാക്കാൻ കഴിയൂ. അത് സ്വയം അതിന്റെ സവിശേഷതകളാൽ തന്നെ തിരിച്ചറിയിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾ ഒന്നിനു വേണ്ടി ചാടുമ്പോൾ എന്താണ് സംഭവിക്കാൻ ശ്രദ്ധിക്കൂ. അവ പോകുന്ന വിധത്താൽ തന്നെ നിങ്ങൾക്കത് പറയാൻ സാധിക്കും. വ്യത്യസ്തമായ ഒരു മൃഗമാണെങ്കിൽ അതിന്റെ സവിശേഷതകളാൽ തന്നെ നിങ്ങൾക്കത് പറയാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും മഞ്ഞ കുയിലിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്കിൽ അവ നിങ്ങളുടെ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതെ, അവയുടെ ശരിയായ പേര് ഫ്ലിക്കർ എന്നാണ്. ഒരു സ്വർണ്ണ ചൂട പക്ഷിയും കൂടെ എടുക്കാം. ഒരു സ്വർണ്ണ ചൂട പക്ഷി മഞ്ഞ കുയിലിന്റെ അത്രയും തന്നെ വലിപ്പം വരും. അവ രണ്ടും പറക്കുന്നു ശ്രദ്ധിച്ചാൽ അവ രണ്ടും ഒരേ ഇനത്തിലെ പക്ഷി തന്നെ എന്ന് നിങ്ങൾ പറയും. നിങ്ങൾക്കതിന്റെ നിറം കാണാൻ കഴിയാതെ അവയെ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അതിൽ മഞ്ഞക്കുയിൽ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഒരു സ്വർണ്ണച്ചൂടൻ പറക്കുമ്പോൾ ഏറെക്കുറെ ഒരു ഇരുചുരേഖയിലാണ് പറക്കുക. എന്നാൽ മഞ്ഞക്കുയിൽ അവന്റെ ചിറകുകളെ വീശിയടിക്കുന്നു. അവന്റെ ചിറകുകളാൽ വീശിയടിച്ച് അവൻ താഴേക്ക് പോകുന്നു, താഴേക്കും മുകളിലേക്കും പോകുന്നു. നോക്കൂ, അവൻ അങ്ങനെ ഒരു കുതിപ്പ് നടത്തുന്നതിനാൽ അതൊരു മഞ്ഞക്കുയിലിന്റെ സവിശേഷതയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു. ഒരു കാടപ്പക്ഷി പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അവനെ ശ്രദ്ധിച്ചാൽ അവനതാ മുകളിലേക്ക് വരുന്നു. നിങ്ങളൊരു ചതുപ്പ് നിലത്തിലാണെങ്കിൽ അവിടെയാണ് കാടപ്പക്ഷി ഉണ്ടാകുക. ഒരു ക്രൗഞ്ചി പക്ഷിയും കൂടെ അവിടെ കാണാനാകുന്നു. വേട്ടക്കാരായ നിങ്ങൾക്കതറിയാം. വിൽസൺസ് ക്രൗഞ്ചി പക്ഷിയും സ്നാപ്പ് ക്രൗഞ്ചി പക്ഷിയും അവ കടന്നു വരുന്ന വിധത്തിലും കടന്നു പോകുന്ന വിധത്തിലെ സവിശേഷതകളുമാണ് അവയെ തിരിച്ചറിയുന്നത്. അവ പറക്കുന്ന വിധത്തിന്റെ സവിശേഷതയാൽ അവ ഏതു തരത്തിൽപ്പെട്ട പക്ഷിയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അവയെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ എങ്കിൽ അവ പുറപ്പെട്ടു പോകുമ്പോൾ തന്നെ അത് എന്താണെന്നും അതിന്റെ പറക്കുന്ന സവിശേഷതയാൽ അതെന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു. ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും പോലെ അവ രണ്ടുപേരും മനുഷ്യവർഗത്തിൽ പെടുന്നു. എന്നാൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനുമായി വ്യത്യസ്തമായ സവിശേഷതകളുണ്ട്. ഞാൻ ഇവിടെ വെച്ച് കുറച്ചു നാളുകൾക്ക് മുമ്പ് ശലോമോനെയും രാജ്ഞിയെയും പറ്റി വായിച്ചിരുന്നു. ശലോമോനിലെ ഹൃദയവിചാരം വെളിപ്പെടുത്തുന്ന കൃപാവരത്തെ മനസ്സിലാക്കിയിട്ട് തെക്കേ രാജ്ഞി ശലോമോനെ കാണാനായി വരുന്ന ആ ചെറിയ സന്ദേശം ഞാൻ ഇവിടെ വെച്ച് നിങ്ങളോട് പ്രസംഗിക്കുമ്പോഴല്ല, ഞാൻ അതിനെക്കുറിച്ച് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അല്ലാതെ ഇവിടെ വായിച്ചിരുന്നു. അവർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഈ രാജ്ഞി ശലോമോന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ട ഒരു വിഷമ പ്രശ്നം എന്തെന്നാൽ ഈ രാജ്ഞി ഒരു സ്ത്രീയെ എടുത്തിട്ട്, കുറച്ചുകൂടി ശരിയായി പറഞ്ഞാൽ ഒരു സ്ത്രീയെ പുരുഷനെ പോലെ വസ്ത്രം ധരിപ്പിച്ചു. അന്ന് ആ ദിവസത്തിൽ അത് വൈദേശികമായിരുന്നു. എന്നാൽ ഇന്നോ അത് തികച്ചും ആധുനികമായിരിക്കുന്നു. മാത്രമല്ല അതുമല്ല, അത് തെറ്റാണെന്നും നിങ്ങൾ അറിയുന്നു. ഒരു സ്ത്രീ അങ്ങനെ ചെയ്തുകൂടാ എന്ന് ബൈബിൾ പറയുന്നു. ഒരു പുരുഷന്റെ വസ്ത്രം ഒരു സ്ത്രീ ധരിക്കുന്നത് അശുദ്ധിയാകുന്നു.
മാറ്റപ്പെടാനാകാത്ത ദൈവം അത് അരുളി ചെയ്തിരിക്കുന്നു. അതിനാൽ അത് സത്യമാകുന്നു. അതിനാൽ നാം കാണുന്നത് ശലോമോൻ അവരെ ശ്രദ്ധിക്കുക മാത്രമല്ല, അവൻ അവരെ നടത്തുകയോ മറ്റോ ചെയ്ത ഉടൻ തന്നെ പറഞ്ഞു, അതൊരു സ്ത്രീ തന്നെ. നോക്കൂ, അവന് ആ സ്ത്രീയുടെ സവിശേഷതയാൽ എപ്രകാരമാണോ അവളെ സ്വയമായി അവൾ കൈകാര്യം ചെയ്തത്, അതിനാൽ അതൊരു പുരുഷനല്ല, അതൊരു സ്ത്രീയാണെന്ന് അവന് പറയാൻ കഴിഞ്ഞു. അതിന്റെ സവിശേഷതയാലാണ് ഏകദേശമുള്ളതെല്ലാം അറിയാനാകുന്നത്. ജനങ്ങളിൽ അനേക ഇടം കയ്യന്മാരും വലം കയ്യന്മാരുമുണ്ട്. അവരെ തിരിച്ചറിയുന്നത് അവർ തങ്ങളെ എങ്ങനെയാണ് സ്വയം കൈകാര്യം ചെയ്യുന്നത് എന്നതിനാലാണ്. അവരെ സ്വയം നിയന്ത്രിക്കുന്ന രീതിയാൽ തന്നെ അവരെപ്പോഴും വലത് കൈയാണോ അതല്ല ഇടത് കൈയാണോ നീട്ടുന്നത് എന്നതിനാൽ അതൊരു ഇടം കയ്യാനാണോ വലം കയ്യാനാണോ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു. ഓർക്കുക, യേശുവിനും അങ്ങനെയുള്ള എന്തോ ചിലതുണ്ട്. അത് രണ്ട് കൈകളും ഏകദേശം ഒരുപോലെ, അവ രണ്ടും ഒന്ന് തന്നെ. അവയ്ക്ക് രണ്ടിനും ഒരുപോലെ തള്ളവിരലടയാളവും 5 വിരലുകളും വിരലടയാളങ്ങളും ചെറുക്കുട്ടി വിരൽ, മോതിര വിരൽ, അങ്ങനെയുള്ളത് മറ്റുമാകുന്നു. സാധാരണ ഇടത്തെ കൈക്കും വലത്തെ കൈക്കും കൈയുടെ നീളം ഒരുപോലെ, വിരലുകൾ ഇടത്തെ കൈക്ക് ഉള്ളതുപോലെ തന്നെ കൃത്യമായിട്ടും വലത്തെ കൈക്കും വിരലുകൾ ഉണ്ടായിരിക്കും. അവകൾ തമ്മിലുള്ള ഏക വ്യത്യാസം എന്നത് ഒന്ന് ഇടത്തും മറ്റേത് വലതുവശത്തുമായിരിക്കും എന്ന് മാത്രം. ആ ഏക വ്യത്യാസമേ നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ. ഒരെണ്ണം ഇടത്തും മറ്റേത് വലത്തും. ആയതിനാൽ അതിന്മേൽ യേശു ഇങ്ങനെ പറഞ്ഞിരുന്നു. ഞാനിവിടെ ഒരു സൂചന ഇടുകയാണ്. മത്തായി 24 യേശു പറഞ്ഞു, അന്ത്യനാളുകളിൽ ആത്മാവിന്റെ സവിശേഷതകളും ഏകദേശം ഒരുപോലെ ആയിരുന്നിട്ട് കഴിയുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഞ്ചിക്കാനായി അത്രയേറെ സാമ്യമുള്ളതായിരിക്കും. നോക്കൂ, അവ ഇങ്ങനെ നിങ്ങളുടെ കൈയെടുത്ത് അല്പനേരം അതിനെ ഉയർത്തിപ്പിടിക്കൂ. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ എല്ലാവിധത്തിലും ഒന്ന് മറ്റേതിനെ പോലെ തന്നെ കാണപ്പെടുന്നു. എന്നാൽ അവയിൽ ഒന്ന് ഇടത്തേതും മറ്റേത് വലത്തേതുമാണ്. അതേ വിധത്തിലാണ് അവസാന ദിവസത്തെ ആത്മാക്കളും. അവ ഏകദേശം ഒരേ വിധത്തിലാണ്. എന്നാൽ അവയ്ക്കൊരു സവിശേഷതയുണ്ട്. അതാണ് അവയെ തിരിച്ചറിയിക്കുന്നത്. ഒരെണ്ണം ശരിയും മറ്റ് തെറ്റും. അത് അതിന്റെ സവിശേഷതയാൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിനെ അതിന്റെ സവിശേഷതയാലാണ് തിരിച്ചറിയാനാകുന്നത്. കാണുന്നോ, ദൈവത്തിന്റെ ആത്മാവും സഭയുടെ ആത്മാവും. സഭയ്ക്കൊരാത്മാവുണ്ട്. ഒരു കാരണവശാലും ദൈവത്തിന്റെ ആത്മാവും സഭയുടെ ആത്മാവും ഒരുപോലെയല്ല എന്നത് കൃത്യമാണ്. വിഭാഗീയ സഭയ്ക്കൊരാത്മാവുണ്ട്, രാജ്യത്തിനൊരാത്മാവുണ്ട്, രാജ്യത്തിനൊരാത്മാവുണ്ട്. ഓരോ രാജ്യത്തിലേക്കും ഞാൻ അതിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അവിടേക്ക് പോകുക. നിങ്ങൾക്ക് അവിടെ ഒരു വ്യത്യസ്തമായ ആത്മാവിനെ കാണാൻ കഴിയും. ഞാൻ ഫിൻലാൻഡിലേക്ക് പോയി, നല്ലവരായ ജനങ്ങൾ, എന്നാൽ ഒരു ഫിൻലാൻഡ് ഭാഷക്കാരുടെ ആത്മാവായിരുന്നു. ഞാൻ ജർമ്മനിയിലേക്ക് പോയി, അവിടെ ഒരു ജർമ്മന്റെ ആത്മാവായിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ത്യാനയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിലേക്ക് എന്റെ ഭാര്യയുമായി കടന്നുപോയി. ഞാൻ അപ്പോൾ വീട്ടിലേക്ക് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ചില ഭക്ഷണ സാധനങ്ങൾ വാങ്ങേണ്ടിയിരുന്നു. ഞാൻ അവിടേക്ക് പോകുന്ന വഴിയിൽ അതൊരു ഉഷ്ണകാലമായിരുന്നു. ഒരുപക്ഷെ നിങ്ങളത് വിശ്വസിച്ചേക്കില്ല, എന്നാൽ ഒരുതരം വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു മകളെ ഞങ്ങൾ കണ്ടു. അത് അത്രയേറെ വിചിത്രമായിരുന്നിട്ട് ഞാൻ അതെന്നെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടേക്ക് നോക്കൂ, ആ സ്ത്രീ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നു. അത് കാഴ്ചയ്ക്ക് വിചിത്രമായിരിക്കുന്നില്ലേ? മറ്റുള്ളവർ ധരിക്കുന്ന വസ്ത്രവുമായിട്ട് അത് സ്ത്രീകൾക്കുള്ളതല്ലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അല്ല, ഞാൻ പറഞ്ഞു, അതെ, അത് അമേരിക്കയുടെ ആത്മാവാണ്. നോക്കൂ, അമേരിക്കയുടെ ആത്മാവ്. ഇപ്പോൾ അമേരിക്കയുടെ ആത്മാവ് ഇതൊരു ക്രിസ്തീയ രാഷ്ട്രമാകേണ്ടിയിരുന്നു. എന്നാൽ ഈ രാജ്യത്തിന്റെ ആത്മാവ് ഒരു ക്രിസ്ത്യാനിയല്ല. അതിനെ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണെന്ന് വിളിക്കുന്നതാകാം. എന്നാൽ അതിന്റെ സവിശേഷതകളാൽ അതിൽ നിന്നും അത് ദശലക്ഷം മൈലുകൾക്കപ്പുറത്താണ്. അങ്ങനെ ഈ സ്ത്രീ, ഞാൻ പറഞ്ഞു, അവൾ ചോദിച്ചു, അതെ, ഞങ്ങൾ അമേരിക്കക്കാരല്ലേ? ഞാൻ പറഞ്ഞു, അല്ല, നാം ഇവിടെ താമസിക്കുന്നു. ഇത് നമ്മുടെ രാജ്യമാണ്. നാം അത് വസിക്കുന്നു, നാം അതിനെ സ്നേഹിക്കുന്നു. ലോകത്തിനുള്ളിൽ വെച്ച് ഏറ്റവും നല്ല രാജ്യമാണ്. എന്നാൽ അപ്പോഴും നാം അമേരിക്കക്കാരല്ല. ഞാൻ പറഞ്ഞു, നമ്മൾ ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് താഴേക്ക് വരികയും നാം ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അത് ഈ ലോകത്തു നിന്നുമല്ല. ഞാൻ പറഞ്ഞു, ആ കാരണത്താലാണ് നമ്മുടെ സഹോദരികൾ വസ്ത്രങ്ങളെ അണിയുന്നത്, നീളമുള്ള മുടിയോട് കൂടിയതും മേക്കപ്പുകൾ ചെയ്യാതെയും. നോക്കൂ, അവരുടെ സവിശേഷതകളാൽ അവർ കർത്താവിന് മാത്രം വിശുദ്ധരായി, മുകളിൽ നിന്നുള്ളവരായി അവർ ആരാണ് തിരിച്ചറിയിക്കുന്നു. ആയതിനാൽ നാം ഒരു രാജ്യം അന്വേഷിക്കുന്നു. തന്റെ രാജ്യത്തിലേക്ക് തന്റെ ആളുകളെ കൂട്ടിക്കൊണ്ടു പോകുന്ന രാജാവ് വരുന്നതിനായി നാം കാത്തിരിക്കുന്നു. അവരുടെ സവിശേഷതകളാൽ, അതായത് അവരുടെ നിധി ഈ ലോകത്തിലുള്ളതോ അഥവാ ഈ രാജ്യത്തിലുള്ളതോ അല്ലെന്ന് അവർ തിരിച്ചറിയിക്കുന്നു. അത് മഹത്വത്തിൽ മുകളിൽ നിന്നുള്ളതാകുന്നു. അതുകൊണ്ട് അവർ ഒരു നഗരത്തിനായി കാത്തിരിക്കുന്നു. അതിന്റെ ശില്പിയും നിർമ്മാതാവും ദൈവം തന്നെ അവർ ഉചിതമായി തിരിച്ചറിയിക്കുന്നു. കുറച്ചു രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കാനായി എനിക്ക് ആവശ്യമായ ശബ്ദമുണ്ടായിരുന്നു എങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എനിക്കതൊന്നും പുറത്തു വരേണ്ടതുണ്ട്.
ഇപ്പോൾ അതിന്റെ സവിശേഷതകളാൽ തിരിച്ചറിയിക്കുന്നു. വാഗ്ദത്തദേശത്തേക്ക് പോകാനുള്ള സമയത്ത് നാം ഇവിടെ ഒരു നല്ല ഉദാഹരണം കണ്ടിരുന്നു. തന്റെ വാഗ്ദത്ത പ്രകാരം ദൈവം അവരെ വിളിച്ചു. അവനത് അബ്രഹാമിനോട് പറഞ്ഞിരുന്നു. അതായത് അവന്റെ സന്തതി ഈ അന്യദേശത്ത് 400 വർഷക്കാലം പാർക്കും. അത് കഴിയുമ്പോൾ അവനെ ഒരു ശക്തിയുള്ള ഭുജം കൊണ്ട് വിടുവിക്കും. അത് മാത്രമല്ല, വാഗ്ദത്തം ചെയ്തിരുന്ന പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അവർ പോകും. അങ്ങനെ വാഗ്ദത്തം ചെയ്തിരുന്ന സമയം അടുത്തു വരുമ്പോൾ അവരുടെ ഇടയിൽ മഹത്തായ മിനിസ്റ്റർ ചെയ്തിരുന്ന യോസഫ് എന്ന ഒരുവനെ അറിഞ്ഞുകൂടാത്ത ഒരു ഫറവോൻ അവർക്കുണ്ടാകും. അത് മാത്രമല്ല, ദൈവം മോശ എന്ന പേരോടുകൂടിയ ഒരു പ്രവാചകനെയും കൂടെ കൊണ്ടുവന്നു. ആ മനുഷ്യൻ മിസ്രയീമിലെ സകല ജ്ഞാനവും സമ്പാദിച്ചിരുന്നു. അവൻ ഒരു മഹാൻ സാമർഥ്യമുള്ളവനും ബുദ്ധിജീവിയും മാത്രമല്ല, അവൻ മിസ്രയീമുകാരെ പഠിപ്പിക്കാനും കഴിയുമായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. വിടുവിക്കാൻ യോഗ്യനായി യോജിച്ചവനെ പോലെ കാണപ്പെട്ടിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കിയാൽ നാം വിടുതൽ എന്ന് വിളിക്കുന്നതും അത് ദൈവം വിടുതൽ എന്ന് വിളിക്കുന്നതും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഈ മനുഷ്യനെ തന്റെ എല്ലാ ധർമ്മശാസ്ത്രവുമായി ശ്രദ്ധിക്കൂ. താൻ ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത് എന്നവൻ അറിഞ്ഞിരുന്നു. എന്നിരുന്നിട്ടും അവന്റെ എല്ലാ വിദ്യാഭ്യാസത്താലും അത് മാത്രമാണ് അവനെല്ലാമായിട്ട് അറിയാമായിരുന്നത്. ആ ജോലി ചെയ്യാനായി ദൈവം വിളിച്ചിരിക്കുന്നു എന്നറിഞ്ഞിട്ട് അവന്റെ എല്ലാമായിട്ട് അവന് BAയും PhDയും LLDയും അങ്ങനെയുള്ളതെല്ലാം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേലിനെ വിടുവിക്കാനായി പോയപ്പോൾ അതൊരു സമ്പൂർണമായ തോൽവിയായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവൻ മിസ്രയീമിൽ അടുത്ത സിംഹാസന അവകാശിയായി അവൻ ഫറവോനായ ശേഷം അവൻ ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ കഴിയുമായിരുന്നു. കാരണം അവൻ അടുത്ത ഫറവോനാകാൻ പോകുന്നവനാണ് എന്ന പോലെ കാണപ്പെട്ടിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കിയാൽ അത് ആ വിധത്തിൽ ചെയ്യുന്നതിലൂടെ തന്റെ ജനങ്ങളെ വിടുവിക്കാനുള്ള ദൈവത്തിന്റെ സവിശേഷതയായി അവനത് തിരിച്ചറിയിക്കാൻ കഴിയില്ലായിരുന്നു. അവൻ അവരെ വിടുവിക്കും എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. അവൻ ചെയ്യും. ബലമുള്ള ഭുജത്താൽ അവൻ അവരെ വിടുവിക്കും. ശക്തിയേറിയ ഒരു സൈന്യത്താൽ മോശ വിടുവിക്കുമെന്നല്ല, ബലമുള്ള ഭുജത്താൽ ദൈവം വിടുവിക്കുമെന്നായിരുന്നു. ഈ പ്രവാചകൻ ഓടിപ്പോയിട്ട് വനാന്തരത്തിൽ 40 വർഷമായിരുന്നു എന്ന് നാം കണ്ടു. അവനിലേക്ക് ഒരു വിദ്യാഭ്യാസം തുളച്ചു കയറ്റാനായി ഫറവോന് 40 വർഷങ്ങൾ എടുക്കുകയും അവനിൽ നിന്നും അതിനെ തുളച്ചു പുറത്തെടുക്കാനായി ദൈവത്തിന് 40 വർഷങ്ങളും എടുത്തു. അതുകൊണ്ട് നാം കാണുന്നത് ഒരു ദിവസം, അതായത് അവൻ മരുഭൂമിയുടെ പുറകിലായിരിക്കുമ്പോൾ അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിലായി കുറ്റിച്ചെടിയിൽ കിടന്നിരുന്ന കത്തിയെരിയുന്ന കുറ്റിച്ചെടികൾ കർത്താവായ ദൈവത്തെ സന്ധിച്ചു. അവന്റെ ചെരുപ്പഴിച്ചു മാറ്റാൻ അവൻ പറഞ്ഞു. അതായത് അവൻ നിന്നിരുന്ന സ്ഥലം ഒരു പരിശുദ്ധമായ സ്ഥലമായിരുന്നു. ഇപ്പോൾ ഈ നല്ലവനും സംസ്കാര സമ്പന്നനും വിദ്യാഭ്യാസമുള്ളവനും അത് സിദ്ധിച്ചു കഴിഞ്ഞിരുന്നു. അവൻ ദൈവത്തെ കണ്ടുമുട്ടിയ ശേഷം അവന്റെ സവിശേഷതയിൽ എന്ത് മാറ്റമുണ്ടായെന്ന് ശ്രദ്ധിക്കൂ. അവൻ ഏറ്റവും വലിയ കാര്യമായ ചില നേരങ്ങളിൽ കാര്യങ്ങളെ അത്രമാത്രം ലളിതമായ വിധം മനുഷ്യ മനസ്സിന് അതൊരു മൂഢതയുടെ രീതി പോലെ ദൈവം ചെയ്യുന്നു. ദേവേഷ്ടം ചെയ്യേണ്ടതിനായി അവന് ചുറ്റിലും മിസ്രയീമിലെ സകല സൈന്യവും മറ്റും ഉണ്ടായിരുന്നിട്ടും തന്റെ സകല വിദ്യാഭ്യാസത്താലും 40 വയസ്സ് പ്രായം അവന്റെ ഏറ്റവും പരമമായ അവസ്ഥയിലുമായിരുന്നിട്ടും സമ്പൂർണമായി പരാജയമടഞ്ഞ ഒരു മനുഷ്യ ശ്രദ്ധിക്കൂ. ഇവിടെ അതാ അവൻ 80 വയസ്സായിരിക്കുന്നു. അടുത്ത പ്രഭാതത്തിൽ തന്റെ ഭാര്യയെ ഒരു കോവർ കഴുതയുടെ മേൽ കാലുകളെ കവച്ചു വെച്ചിരുത്തി അവളുടെ അരയിൽ ഒരു ചെറിയ കുട്ടി തന്റെ കയ്യിൽ ഒരു വടിയുമായി മിസ്രയീമിനെ പിടിച്ചെടുക്കാൻ അവിടേക്ക് പോകുന്നു. നിങ്ങളൊരു പരവിഡിതമായ കാഴ്ചയെക്കുറിച്ചാണ് സംസാരിക്കുക, എന്നാൽ അത് ദൈവത്തിന്റെ സവിശേഷതയെ പ്രകടിപ്പിക്കുന്നതായിരുന്നു. കാരണം അവന്റെ വചനത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ അവന് കിട്ടിയിരിക്കുന്നു. അത്ര തന്നെ. അതിന്റെ കാര്യം ഇതായിരുന്നു. മിസ്രയീമിനെ ആക്രമിക്കാനായി ഒരു സൈന്യം തോൽവി അടഞ്ഞിരുന്നു. അവിടേക്ക് ഒരു മനുഷ്യന്റെ യാത്രയെ കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാമോ? അതെന്തായിരുന്നു? അവന്റെ സവിശേഷത. അവന്റെ തന്ത്രങ്ങൾ മാറ്റി അവൻ കർത്താവിന്റെ നാമത്തിൽ പോവുകയായിരുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിന്റെ കാര്യം എന്തായിരുന്നു എന്നാൽ അവൻ അതിനെ ഏറ്റെടുത്തു. അവൻ ചെയ്തു. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവത്തിന്റെ അധികാരത്തിലാണ് പോയത്. ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുമ്പോൾ അവന്റെ വഴിയിൽ അവൻ തന്റെ സഹോദരനുമായി മോവാബ്യരുമായി അവന്റെ വിഭാഗീയ സഭാ സഹോദരനുമായി സമ്പർക്കം ചെയ്തു. ഇപ്പോൾ മോവാബ് ഒരു വിധത്തിലും അവർ വിഗ്രഹാരാധികളായിരുന്നില്ല. അത് ലോത്തിന്റെ പെൺമക്കളുടെ മക്കളായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങളിൽപ്പെട്ട ഒരാളിലൂടെ മോവാബ്യർ കടന്നു വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ മുകളിൽ ഈ 2 രാജ്യങ്ങളും തമ്മിൽ വിരുദ്ധമായിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മിസ്രയീം ആയിരിക്കുന്നു. ഒരു ചെറിയ ഏകദേശം ചിതറപ്പെട്ട് ഒരു രാജാവോ ഒരു ഭാരവാഹിയോ മറ്റൊന്നും തന്നെയില്ലാതെ പോകാൻ ഒരു രാജ്യമില്ല. അതുമല്ല അവരുടെ ഇടയിൽ തന്നെ ഒരു വിശിഷ്ട വ്യക്തികളോ ആരുമില്ലാതെ വെറും സാധാരണപ്പെട്ട ജനങ്ങളായി വാഗ്ദത്ത ദേശത്തേക്ക് പോകാൻ അവരുടെ യാത്രയിലാണ്. ഇവിടെ അവർക്ക് മോവാബ്യരുടെ ദേശത്തുകൂടെ കടക്കേണ്ടത്. അവർ വാഗ്ദത്തത്തിന്റെ ശരിയായുള്ള വഴിയിൽ നിന്നിരുന്നു.
മാത്രമല്ല മോവാബ്യരും കൂടെ യഹോവയെ വിശ്വസിക്കുന്നവരും. അവർക്ക് ഒരു പ്രവാചകനുണ്ടായിരുന്നു, ഇസ്രായേലിന് പ്രവാചകനുണ്ടായിരുന്നു. രണ്ടു കൂട്ടർക്കും പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സംഘടിതമായിരുന്ന രാജ്യത്തിലെ ഈ പ്രവാചകൻ മറ്റേ രാജ്യത്തിലെ പ്രവാചകനെ ശപിക്കാനായി വരുന്നത് കാണുന്നു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് താമസിക്കാൻ ഒരു പ്രത്യേക ഇടമില്ലാതെ വെറും ഒരു അലഞ്ഞു നടക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവർ ആ രണ്ട് പ്രവാചകന്മാരെ ശ്രദ്ധിക്കാനായി ഇറങ്ങി വന്നു. അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ അവർ രണ്ടുപേരും കൃത്യമായും ശരി തന്നെ. എന്തെന്നാൽ ശ്രദ്ധിക്കൂ, ബിഷപ്പായ ബലയാം അവരോട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് നീ 7 ബലിപീഠങ്ങളെ പണിതരിക. 7 എന്നാൽ ദൈവത്തിന്റെ പൂർണ്ണസംഖ്യയായി 7 സഭാകാലങ്ങളെയും 7 ദിവസത്തെ സൃഷ്ടിപ്പിനെയും അങ്ങനെയുള്ളതിനെയും മറ്റും പ്രതിനിധീകരിക്കുന്നു. ഇപ്പോൾ നോക്കൂ, 7 ദൈവം 7-ൽ പൂർത്തിയായിരിക്കുന്നു. 7 ബലിപീഠങ്ങൾ, ഓരോ ബലിപീഠത്തിലും ഓരോ കാളയെ വീതം വെച്ചു. കൃത്യമായും അതേ വിധത്തിൽ തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ക്യാമ്പിലും ഉണ്ടായിരുന്നത്. അവരവിടെ ഇസ്രായേലിലും അവർക്ക് ഇവിടെയും അതേ വിധത്തിലുള്ള ബലിപീഠം, അതേ ബലി, ഒരു കാളയും ഒരു കാളയും, ഒരു പ്രവാചകനും ഒരു പ്രവാചകനും. 2 രാജ്യങ്ങൾ വിരുദ്ധമായിരിക്കുന്നു. നാം ജീവിക്കുന്ന കാലത്തിലേക്ക് ഇതൊരു പരിപൂർണമായ ഉദാഹരണമാണ്. നമുക്കതിലേക്ക് കടക്കാൻ സമയമുണ്ടായിരുന്നെങ്കിൽ ശ്രദ്ധിക്കൂ, നാം അതിനെ സമാന്തരത്തിലൂടെ കണ്ടുപിടിക്കേണ്ടതിന് ദൈവം ഇത് ദൃഷ്ടാന്തമായി ചെയ്യുന്നു. ഇപ്പോൾ ബിലയാം ഓരോ ബലിപീഠത്തിലും ഓരോരോ ആട്ടുകൊറ്റൻ കൂടെ വേണമെന്നും പറഞ്ഞു. അത് വരുവാനുള്ള മിശിഹായുടെ മേലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. ഒരാട്ടുകൊറ്റൻ, ഒരു ആൺചെമ്മരിയാട് ഇസ്രായേലിന്റെ ക്യാമ്പിലും ഇവിടെ മുകളിലായി മോവാബ്യരും നടത്തിയിരുന്നത് ഒരേ വിധമുള്ള ബലി തന്നെ. അടിസ്ഥാനപരമായി അവർ രണ്ടുപേരും ശരിയായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കൂ, ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശരിയായിരുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ക്യാമ്പിനകത്ത് ദൈവത്തിന്റെ സവിശേഷതയുള്ള ഒരു പ്രവാചകനുണ്ടായിരുന്നു. അത് മാത്രമല്ല, ദൈവത്തിന്റെ വചനവുമായി, ആ കാലത്തിലേക്കുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത വചനവുമായി അവൻ നിന്നിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ വാഗ്ദത്ത ദേശത്തിലേക്ക് പോകുന്ന നിരയിലായിരുന്നു. കാണുന്നോ? ഇപ്പോൾ മൂലസിദ്ധാന്തത്തെ നോക്കുമ്പോൾ ബിലയാം ബാലാക് മോശെ ആയിരുന്നതുപോലെ തന്നെ നീതിമാനായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, മോശെ ദൈവത്തിന്റെ ശരിയായ പ്രവാചകനായി അടിസ്ഥാനപരമായ കാര്യം മാത്രമല്ലാതെ ദൈവത്തിന്റെ തിരിച്ചറിയിക്കൽ ഉള്ളവനുമായിരുന്നു. നോക്കൂ, അവൻ കർത്തവ്യത്തിന്റെ കൃത്യമായും ആ കാലത്തിലേക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന നിരയിലായിരുന്നു. നോഹയുടെ കാലത്തിലേക്കുള്ളതായിരുന്നില്ല, എന്നാൽ അന്നത്തെ കാലത്തേക്കുണ്ടായിരുന്നതിനാലായിരുന്നു. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അവർ അവരുടെ വഴിയിലായിരുന്നു. ഇസ്രായേൽ അവരുടെ പ്രവാചകനായ മോശയുമായി ആ കാലത്തിന്റെ സന്ദേശവുമായി തിരിച്ചറിഞ്ഞിരുന്നു. ദൈവത്തിന്റെ സവിശേഷതകൾ മോശയിൽ തിരിച്ചറിഞ്ഞിരുന്നു. ഒരു അഗ്നിസ്തംഭം അവനെ പിൻപറ്റിയിരുന്നു. അത് മാത്രമല്ല, അവനും പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു പ്രായശ്ചിത്വമുണ്ടായിരുന്നു. അതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത്, എന്നാൽ അത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. എന്തായിരിക്കുമെന്നല്ല, ഇപ്പോൾ ശരിക്കും എന്തായിരിക്കുന്നു എന്നതാണ്. ശ്രദ്ധിക്കൂ, ജനങ്ങളുടെ ദീനങ്ങൾക്കും രോഗികൾക്കും വേണ്ടി ഉയർത്തിയിരുന്ന ഒരു പിച്ചള സർപ്പമുണ്ടായിരുന്നു. അതിനാൽ മോശെ ദിവ്യ രോഗസൗഖ്യം പരിശീലിച്ചിരുന്നു. അവന് ആ പ്രായശ്ചിത്തമുണ്ടായിരുന്നു. പിച്ചള സർപ്പം ദൈവം ക്യാമ്പിലുണ്ട് എന്നതിന്റെ പ്രതീകവും ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്നവൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തിരുന്നു. അവനെ പിൻപറ്റാനായി ഒരു അടിക്കപ്പെട്ട പാറയും അവനുണ്ടായിരുന്നു. അത് ദൈവത്തെ തിരിച്ചറിയിച്ചുകൊണ്ട് ആനന്ദവും രക്ഷയും ജീവന്റെ ജലവും അവരുടെ ഇടയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അവർ നശിച്ചു പോകാതെ നിത്യജീവനുണ്ടാകണം എന്നതായിരുന്നു. അതൊരു മാതൃകയായിരുന്നു. വനാന്തരത്തിലുണ്ടായിരുന്ന ആ അടിക്കപ്പെട്ട പാറ ക്രിസ്തു അടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതിന് ഒരു മാതൃകയായിരുന്നു. അത് മാത്രമല്ല, അവർ വാഗ്ദത്തത്തിന്റെ നിരയിൽ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അത് ദൈവത്തിന്റെ സവിശേഷതയെ കാണിക്കുന്ന മറ്റൊരു തിരിച്ചറിയിക്കലായിരുന്നു. ഈ മറ്റേയാൾ വചനവുമായി എത്രമാത്രം അടിസ്ഥാനപരമായിരുന്നു എന്നതിൽ കാര്യമില്ല. അവനത് മതമൗലികവാദമുണ്ടായിരുന്നു. അതിനും പുറമെ തിരിച്ചറിയിക്കലും ദൈവം അവരുടെ ഇടയിൽ തന്നെയുണ്ട് എന്നതിന് സവിശേഷതയുമുണ്ടായിരുന്നു. ദൈവം സ്വയം തിരിച്ചറിയിച്ചിരുന്നു. 2 പ്രവാചകന്മാർ, 2 പേരും അടിസ്ഥാനപരമായി ശരിയായിരുന്നു. എന്നാൽ ദൈവം തന്റെ സവിശേഷതയെ മോശയിൽ തിരിച്ചറിയിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം അവനോടൊപ്പമുണ്ട് എന്ന സവിശേഷത അവനുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ദൈവത്തിന്റെ സവിശേഷത സദാസമയത്തും അലൗകികമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ അലൗകികനാണ്. ദൈവം അലൗകികനാകുന്നു.
ഈ ദിവസത്തിന്റെ ആധുനികമായി ചിന്തിക്കുന്ന പ്രവണതയാൽ സദാസമയത്തും അത് അസാധാരണമാകുന്നു. നിങ്ങൾ അതറിയുന്നു. ഓരോ കാലത്തിലൂടെയും കഴിഞ്ഞുപോയ മതപരമായ കൂട്ടർക്ക്, ചട്ടവട്ടത്തിലായിരുന്നവർക്ക് ദൈവം എല്ലായ്പ്പോഴും ഒരു താറുമാറലാക്കലായിരുന്നു. ഒരു വ്യക്തിയോ അതല്ല ഒരു കൂട്ടരോ തങ്ങളെ ഒരു സന്ദേശത്തിന്മേൽ അവരെ സംഘടിപ്പിച്ചു കഴിയുമ്പോൾ അവർ മരിച്ച് പുസ്തകത്തട്ടിലേക്ക് പോകുന്നതല്ലാതെ വീണ്ടും ഒരു പ്രാവശ്യം പോലും എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. ലൂഥറൻകാരും പ്രിസ്ബിറ്റേറിയനുകളും മെത്തോഡിസ്റ്റുകളും ബാപ്റ്റിസ്റ്റുകളും പെന്തക്കോസ്തുകളും അവയെല്ലാം അവർ അങ്ങനെ ഒന്നിച്ചു ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കലും എഴുന്നേറ്റിട്ടില്ല. ദൈവം വ്യക്തികളുമായിട്ട് ഇടപെടുന്നു. ശ്രദ്ധിക്കൂ, ചിന്തിക്കുന്ന വിധത്തിൽ നിന്നും അവൻ അത്രയേറെ അസാധാരണമാകുന്നു. നോക്കൂ, നാം ഒരു ചായ്വിൽ നിന്നും പുറത്തായിട്ട് നമുക്കതിനെ ഈ വിധത്തിൽ വിശ്വസിക്കേണ്ടതുണ്ട്. അത് കഴിയുമ്പോൾ ദൈവം താൻ വാഗ്ദത്തം ചെയ്തിരുന്ന വചനവുമായി അതിന് ചുറ്റും വരികയും ആ വചനത്താൽ സ്വയം അവനെ തിരിച്ചറിയിക്കുകയും ചെയ്യുന്നു. ഈ കൂട്ടർക്ക് അതിലേക്ക് പോകാൻ കഴിയില്ല. എന്തെന്നാൽ അത് അതിന്മേൽ വിശ്വസിക്കുന്നില്ല. നോക്കൂ, അത് സ്വയമായി അതിൽ നിന്ന് വിച്ഛേദിച്ച് പുറത്തു വന്നിരിക്കുന്നു. യോസെഫിനെ പോലെ മറിയയുടെ ഭർത്താവായ യോസെഫ്, അവൻ ദാവീദിന്റെ ഒരു മകനായി ഒരു നല്ല മനുഷ്യനായിരുന്നു. അവനൊരു നല്ല മനുഷ്യനായിരുന്നു. ബൈബിൾ ചുരുളുകൾ തുടർച്ചയായി വായിച്ചിരുന്നു എന്നതിനും യാതൊരു സംശയവുമില്ല. കാരണം മെശിഹായുടെ വരവനായി കാത്തിരിക്കുകയും എന്താണ് സംഭവിക്കാൻ പോകുന്നുവെന്നും വചനം അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നും അറിഞ്ഞിരുന്നു. യെശയ്യാവ് പറഞ്ഞു, ഒരു കന്യ ഗർഭിണിയാകും. അതെ, ഇപ്പോൾ മറിയ, അവൻ ഈ ചെറുപ്പക്കാരി പെൺകുട്ടിയോടുകൂടെ പോവുകയായിരുന്നു. ഒരുപക്ഷെ 18 വയസ്സുണ്ടാകാം. ചിലപ്പോൾ അവൻ അതിനേക്കാൾ അല്പം കൂടുതലും. അത് മാത്രമല്ല, അവർ വിവാഹിതരാകാൻ വേണ്ടി സമ്മതം ചെയ്തപ്പോൾ അവൾ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന് കണ്ടു. ഇപ്പോൾ അതിനെ തരണം ചെയ്യുക എന്ന കാര്യം യോസഫിനെ സംബന്ധിച്ചിടത്തോളം കഠിനമായിരുന്നു. ഗബ്രിയലിന്റെ സന്ദർശനത്തിനെ കുറിച്ച് മറിയ അവനോട് പറഞ്ഞിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവന്റെ സ്വഭാവം അവനെ ഏതു വഴിയിലേക്ക് നയിച്ചിരുന്നു. അവൻ അതിനെ സംശയിച്ചു. അവർ വിവാഹിതരാകും മുമ്പേ അവൾ ഒരു അമ്മയായിരിക്കുന്നു എന്ന് കണ്ടു. മാത്രമല്ല, ബൈബിൾ പ്രകാരം ശിക്ഷ കല്ലെറിഞ്ഞു കൊല്ലുക എന്നതായിരുന്നു. അവിവാഹിതയായ ഒരു സ്ത്രീ അമ്മയാകുക എന്നത് അവളെ കല്ലെറിയേണ്ടതുണ്ടായിട്ട് ഇസ്രായേലിൽ വ്യഭിചാരം ഉണ്ടായിരുന്നില്ല. അത് തൂത്തെറിഞ്ഞു കളഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് നമ്മോട് പറയുന്ന ഭാഗത്തെ നമുക്ക് ആവർത്തനത്തിൽ കാണാവുന്നതാണ്. ഇപ്പോൾ നാം കണ്ടതെന്നാൽ മറിയ അവൾ ചെയ്തു പോയ ഒരു പ്രവൃത്തിക്കായി യോസഫിനെ ഒരു കവചം പോലെ ഉപയോഗിക്കുന്നു എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ അവർ വിവാഹിതരാകും മുമ്പേ അവൾ അമ്മയായിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ അവളെ തികച്ചും കല്ലെറിയേണ്ടതുണ്ട്. ഒരു കവചമായി അവൾക്ക് വേണ്ടി നിൽക്കാനായി ഇപ്പോൾ അവർക്ക് തികച്ചും ആരെങ്കിലും ഉണ്ടായിരിക്കണം. നന്നേ കൂടുതലായി അതങ്ങനെ കാണപ്പെട്ടിട്ട് അവൾ അത് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് കണ്ടിരുന്നു. എന്നാൽ യോസെഫ് അവളുടെ വലുതും സുന്ദരവുമായ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞിരിക്കും, യോസെഫ്, ഗബ്രിയേൽ എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ഈ കാര്യം നിന്നിലൂടെ ഗർഭം ധരിക്കാൻ പോകുന്നത് അത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അത് ദൈവമാകുന്നു. അതുകൊണ്ട് അതിനെ ഇങ്ങനെ വിളിക്കാൻ പോകുന്നു ദൈവപുത്രൻ. മാത്രമല്ല, യോസെഫ് അവനത് വിശ്വസിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് അത്രയേറെ അസാധാരണമായിരുന്നു. അതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതേ വിധത്തിൽ തന്നെയാണ് ഇന്നും. നമുക്കിത്രമാത്രം എന്തിന്റെയെങ്കിലും അസാധാരണത്വത്തെ ജനങ്ങളിലേക്ക് കടന്നിട്ട് കാണിക്കാനുള്ളതായി എനിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും അത് വചനത്തെ തിരിച്ചറിയിക്കുന്നു എങ്കിലും അതിന്റെ സവിശേഷത അത് എന്താണെന്ന് തെളിയിക്കുന്നു. അത് ദൈവം പ്രവൃത്തിയിലാകുന്നതാണ്. യോസേഫ് അത് അറിഞ്ഞിരിക്കണമായിരുന്നു. അവൻ ഇത് അറിയേണ്ടിയിരുന്നു. ഓരോ കന്യക ഗർഭിണിയാകും. എന്നാൽ അവൻ അതിനെക്കുറിച്ച് സത്യസന്ധനായിരുന്നു. രഹസ്യത്തിൽ പോലും അവൻ അവളെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ അവൻ അത് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ഒരു സ്വപ്നത്താൽ അവന് പ്രത്യക്ഷനായത് എങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ആശ്ചര്യപ്പെട്ടിട്ടുണ്ടോ? ആ ദിവസങ്ങളിൽ അവിടെ പ്രവാചകന്മാരുണ്ടായിരുന്നില്ല. അവരുടെ സ്വപ്നങ്ങൾ അത്രയും ലളിതമായിട്ട് അതിന്റെ വ്യാഖ്യാനത്തിന്റെയും ആവശ്യമുണ്ടായിരുന്നില്ല. പറഞ്ഞു, യോസെഫ്, ദാവീദ് പുത്ര, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ഭയപ്പെടേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. നോക്കൂ, അങ്ങനെ അതവിടെ തീർച്ചയാക്കി. നോക്കൂ, അവന്റെ അടുക്കൽ രണ്ടാം തരമായ ഒരു സ്വപ്നത്തിലൂടെ വന്നു. എന്നാൽ നിങ്ങൾ നോക്കിയാൽ ആ വചനത്തെ തിരിച്ചറിയിക്കാനായി അവിടെ ഒരു പ്രവാചകനും ഉണ്ടായിരുന്നില്ല. അതായത് ഗർഭവതിയാകാൻ പോകുന്ന കന്യക ഇതാണ് കാണുന്നു. അതുകൊണ്ട് ആയതിനാൽ അവനൊരു സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. കാരണം അവൻ നല്ലവനും വിശ്വസ്തനും
നീതിമാനമായ ഒരു മനുഷ്യനായിരുന്നു. ആ കാലത്തിലെ ആ വ്യക്തിയുടെ അടുക്കൽ തന്റെ പ്രവൃത്തികളാൽ തിരിച്ചറിയിച്ചുകൊണ്ട് ആ വ്യക്തിയെ ആ കാലത്തിലേക്ക് വിളിച്ചിരിക്കുന്നു എങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ദൈവം ഏതൊരു നല്ല മനുഷ്യ അടുക്കലും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അത്രയേറെ അസാധാരണമായിട്ട് അവർക്ക് അത് കാഠിന്യമായി പോലും ഗ്രഹിക്കാനായില്ല. എന്നാൽ സദാസമയത്തും ആ കാലത്തിലേക്കുള്ള വാഗ്ദത്ത വചനപ്രകാരം ഈ എല്ലാ അസാധാരണ മധ്യയും പ്രത്യക്ഷമാകുന്നു. ഇപ്പോൾ അവിടെ കുറച്ചു പേർ ചുറ്റുമായി പോയിട്ട് പറയും, അതെ, ഇത് അസാധാരണമാണ്, അത് ദൈവമാകുന്നു, അത് അസാധാരണമാകുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അത് വചനത്താൽ തിരിച്ചറിയിക്കണം, വചനം ദൈവമാകുന്നു. കാണുന്നോ? അപ്പോൾ ഈ തിരിച്ചറിയൽ സവിശേഷതയാൽ അത് ആരാണെന്ന് തിരിച്ചറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് സംഭവിക്കേണ്ടതുണ്ട് എന്ന് ദൈവം പറയുകയും അത് സംഭവിക്കുകയും ചെയ്യുന്നു. കാണുന്നോ? അതിന്റെ സവിശേഷത എന്താണെന്നാൽ അത് ദൈവത്തിന്റെ വചനത്താൽ തിരിച്ചറിയിക്കുന്നതും അതിലൂടെ സംഭവിക്കുന്നത് എന്താണ് എന്നത് അതിന്റെ സവിശേഷതയുമാകുന്നു. അവസാന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പകരുമെന്ന് അവൻ പറഞ്ഞിരുന്നു. അവൻ അത് ചെയ്തു. അതിന്റെ സവിശേഷത അത് ദൈവമായിരുന്നു എന്ന് തിരിച്ചറിയിക്കുന്നു. അവന്റെ വചനം വാഗ്ദത്തം ചെയ്തിരുന്നു. നോക്കൂ, അതെല്ലായ്പ്പോഴും സ്വയം തന്നെ തിരിച്ചറിയിക്കുന്നു. ഇപ്പോൾ സദാസമയത്തും ഓരോ സമയത്തും വചനം തെറ്റാണെന്ന് പറയുമ്പോൾ വചനം തെറ്റിതിരുത്തുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നോഹയുടെ നാൾക്കുണ്ടായിരുന്നു. അത് ആ ശാസ്ത്രീയ യുഗത്തെ തിരുത്തി. അതായത് ദൈവം ആകാശങ്ങളിൽ നിന്നും വെള്ളം താഴേക്ക് അയക്കാൻ പോകുന്നു. അത് മോശയായിരുന്നു. നോക്കൂ, അവരെല്ലാവരും ഇസ്രായേലിൽ നിലയുറപ്പിച്ചു കഴിയുകയും മറ്റും ചെയ്തു കഴിഞ്ഞിരുന്നപ്പോൾ ദൈവത്തിന് തിരിച്ചറിയിക്കാനായി കടന്നു വരേണ്ടതുണ്ടായിരുന്നു. വചനത്തിലെ സത്യം തെറ്റിനെ തിരുത്തുന്നു. ഞാൻ നിങ്ങളോട് ചിലത് ചോദിക്കട്ടെ. ചിലപ്പോൾ നാം ഇവിടെ അല്പം ആഴത്തിലേക്ക് പോയെന്ന് വരാം. ഞാൻ ഉപദേശം കൊണ്ടുവരികയോ അതല്ല ഉപദേശം പഠിപ്പിക്കുകയോ ചെയ്തുകൂടാ. എന്നാലും ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. യേശു വചനമായിരുന്നു, നമുക്കതറിയാം. അതായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ശരീരധാരിയായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ ഇപ്പോഴും വചനമായിരിക്കുന്നു. അന്ന് അവന് അവരുടെ ഹൃദയത്തിന്റെ ചിന്തനങ്ങളെ അറിയാനാകുമായിരുന്നു. അതായിരുന്നു വചനം എന്ന് അവർ എങ്ങനെയും അറിയേണ്ടിയിരുന്നു. എന്തെന്നാൽ ദൈവത്തിന്റെ വചനം അത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അവൻ പ്രവാചകനായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവൻ ജനിച്ച് ഏകദേശം 12 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ കൂടാര പെരുന്നാളിനായി പോയി. അവർ അവിടെ പെസഹായ്ക്കായി പോകാറുണ്ടായിരുന്നു. അതുമല്ല, അവർ തിരികെ വരുമ്പോൾ അവർ 3 ദിവസത്തെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ അവനെ അവരോടൊപ്പം കണ്ടില്ല. നിരൂപിച്ചു, അതിലും സ്പഷ്ടമായി പറഞ്ഞാൽ വിചാരിച്ചു, അവൻ അവരുടെ ജനങ്ങളുടെ കൂടെ കാണുമെന്ന് ഊഹിച്ചു. അതിൽ നിന്നും നാം ഒരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് എത്രയേറെ ഇന്നുമായിരിക്കുന്നു. ഇപ്പോൾ മെത്തഡിസ്റ്റുകളായ നിങ്ങളോ, ബാപ്റ്റിസ്റ്റോ, പ്രെസ്ബിറ്റേറിയൻകാരോ, ലൂഥറൻകാരോ, കത്തോലിക്കരോ, നിങ്ങൾ എന്തായാലും ശരി, നോക്കൂ, നിങ്ങളും അതേ കാര്യം തന്നെ ചെയ്യുകയാണ്. നിങ്ങളും നിരൂപിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ വെസ്ലിക്ക് ഒരു മഹത്തായ ഉണർവുണ്ടായിരുന്നു, ലൂഥറിന് മഹത്തായ ഉണർവുണ്ടായിരുന്നു, അഥവാ പെന്തക്കോസ്തിന് ഒരു ഉണർവുണ്ടായിരുന്നു എന്നും മറ്റുമായി അവൻ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകാമെന്ന് നിങ്ങൾ ഊഹിക്കുകയാണ്. എന്നാൽ ചിലപ്പോൾ അവൻ അവിടെ ഉണ്ടായെന്ന് വരികയില്ല. അവർ അവനെ കണ്ടുപിടിക്കാനായി പോയി. അവർക്ക് അവനെ കാണാൻ കഴിഞ്ഞത് എവിടെ വെച്ചായിരുന്നു? എവിടെയാണോ അവർ അവനെ വിട്ടുപോകുന്നത്? യെരൂശലേമിൽ. അവർ അവനെ കണ്ടുപിടിച്ചപ്പോൾ അവൻ എന്തു ചെയ്യുകയായിരുന്നു? 12 വയസ്സുള്ള ഒരു ചെറിയ ബാലൻ. ചിലപ്പോൾ അവന്റെ അമ്മ പഠിപ്പിച്ചിരുന്നതല്ലാതെ ഒരു പള്ളിക്കൂടത്തിലേക്കും പോയിട്ടുണ്ടായിരിക്കില്ല. ഇതാ ഇവിടെ അവൻ ദേവാലയത്തിലിരുന്ന് പുരോഹിതന്മാരുമായി ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യുന്നു. അവർ ഈ ബാലന്റെ ജ്ഞാനത്താൽ അത്ഭുത പരവശരായിരുന്നു. എന്താണ്? അവൻ വചനമായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, മറിയെ ദൈവത്തിന്റെ മാതാവ് എന്ന് ഇപ്പോൾ വിളിക്കുന്നവരായ കത്തോലിക്കയിലെ ജനങ്ങളെ ബഹുമാനിക്കാതിരിക്കുന്നതല്ല. എന്നാൽ ഇവിടെ ഞാൻ ഒരു ചെറിയ തെറ്റ് കാണിക്കട്ടെ. മറിയയുടെ മേലാണ് സഭ കെട്ടിയിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ശ്രദ്ധിക്കൂ, ഇപ്പോൾ അവൾ കടന്നു വന്നിട്ട് അവൾ പറയുകയാണ്, ഓ, നിന്റെ അപ്പനും ഞാനും കണ്ണുനീരോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ആ പ്രസ്താവന ശ്രദ്ധിക്കൂ. അപ്പോൾ അവൾ തന്റെ സ്വന്തം സാക്ഷ്യത്തെ നിരാകരിക്കുകയാണ്. അവൾ പറഞ്ഞു, ഞാനും നിന്റെ അപ്പനും നിന്നെ കണ്ണുനീരോടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വചനം ശ്രദ്ധിച്ചാൽ അവൻ വചനമായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തിയിലായിരിക്കണം എന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നു. ആ തെറ്റിനെ വചനം തിരുത്തുന്നതായി ശ്രദ്ധിക്കുക. ശരിക്കും അവിടെ ആ പുരോഹിതന്മാരുടെ മുന്നിൽ വെച്ച് തന്നെ അവൾ തന്റെ സാക്ഷ്യത നശിപ്പിച്ചു. അവൾ പരിശുദ്ധാത്മാവിലാണ് ഗർഭവതിയായത് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അവന്റെ പിതാവ് യോസഫാണെന്ന് അവൾ പറയുന്നു. അതിനെ എത്ര പെട്ടെന്നാണ് വചനം പിടിച്ചെടുത്ത് ശ്രദ്ധിച്ചോ? അവൻ വചനമായിരുന്നു. ഇപ്പോൾ 12 വയസ്സുള്ള ഒരു പയ്യൻ അത് ചെയ്യില്ലെന്ന് നിങ്ങൾക്കറിയാം. അവൻ വചനമായിരുന്നു.
ആ കാലത്തിന്റെ അരുളി ചെയ്ത വചനമായിരുന്നു അവൻ. അതിനാൽ ദൈവത്തിനെ തിരിച്ചറിയുന്ന സവിശേഷത ക്രിസ്തുവിലുണ്ടായിരുന്നു. അവൻ തെറ്റുകളെ തിരുത്തിയിരുന്നു. അവൻ പറഞ്ഞു, അവർ ചോദിച്ചു, എന്താ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് കാണുന്നോ? അവൻ പറഞ്ഞു, നിങ്ങൾ മോശയുടെ ശിഷ്യന്മാരായിരുന്നു എങ്കിൽ എന്നെ അറിയുമായിരുന്നു. അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. മോശ പറഞ്ഞു, എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ കർത്താവായ ദൈവം ഉയർത്തും. നിങ്ങൾ മോശ അറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ എന്നെയും അറിയുമായിരുന്നു. മാത്രമല്ല, നോക്കൂ, വചനം എല്ലായ്പ്പോഴും ആ ദിവസത്തിലെ തെറ്റിനെ തിരുത്തുന്നു. എന്നാൽ ജനങ്ങൾ അത് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ അങ്ങനെ തന്നെ അതേ വിധത്തിൽ തൂങ്ങിക്കിടക്കാൻ ആഗ്രഹിക്കുന്നു. യേശു തന്റെ സ്വന്തം അമ്മയെ തിരുത്തി. അവന്റെ അമ്മ തെറ്റിന്റെ വശത്തായിരുന്നു. കാരണം അവൾ ആദ്യം ആ കുഞ്ഞ് അവളിൽ ജനിച്ചത് പരിശുദ്ധാത്മാവിനായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അവളുടെ സാക്ഷ്യത്തെ അവൾ തിരിച്ചുകൊണ്ട് യോസേഫാണ് അവളുടെ പിതാവെന്ന്, അഥവാ യേശുവിന്റെ പിതാവെന്ന് പറയുന്നു. ഇപ്പോൾ യോസഫ് ആയിരുന്നു എങ്കിൽ അവൻ യോസഫിന്റെ പുത്രനായിരുന്നിട്ട് അവൻ തന്റെ പിതാവിന്റെ പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരുന്നത് എങ്കിൽ അവൻ അവിടെ താഴെ ആശാരിയുടെ പണിപ്പുരയിലായിരിക്കുമായിരുന്നു. എന്നാൽ അവൻ അവിടെ ദേവാലയത്തിൽ ആ വിഭാഗീയ സഭകളെ ഭജിച്ചുകൊണ്ട് അവന്റെ പിതാവിന്റെ പ്രവൃത്തിയിലായിരുന്നു. കാണുന്നോ, അവൻ വെറും 12 വയസ്സുള്ള ഒരു ബാലനായിരിക്കുമ്പോൾ തന്നെ അവൻ തന്റെ പിതാവിന്റെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. ഞാൻ എന്റെ പിതാവിന്റെ കൃത്യനിർവഹണത്തിൽ തന്നെ ആയിരിക്കണം എന്നറിയുന്നില്ലയോ? സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചോ? അവിടെ അവന്റെ സവിശേഷത അവൻ തന്നെ പരീക്ഷണപ്പെടലിലായിരുന്നപ്പോൾ അവൻ ദൈവമാണെന്ന് തെളിയിച്ചു. എന്നാൽ അവൻ വചനവുമായി യോജിച്ചു നിന്നു. കാണുന്നോ, സാത്താൻ പറഞ്ഞു, അതെഴുതിയിരിക്കുന്നു. യേശു പറഞ്ഞു, ഇതും കൂടെ എഴുതിയിരിക്കുന്നു. നേരെ വചനവുമായി തന്നെ യോജിച്ചു നിൽക്കുന്നു. ദൈവം അനേക നേരങ്ങളിൽ നാം ഇവിടെ വായിച്ചു, ദൈവം പണ്ടുള്ള സമയങ്ങളിൽ വ്യത്യസ്തമായ വിധങ്ങളിൽ അനേക രീതികളിലൂടെ അവനെ തന്റെ പ്രവാചകന്മാർക്ക് ദർശനങ്ങളാൽ തിരിച്ചറിയിച്ചിരുന്നു. അവൻ മുന്നമേ അത് പറയുകയും അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് ഒരു പ്രവാചകന്റെ സവിശേഷത. ഇപ്പോൾ അതായിരുന്നു തന്റെ തിരിച്ചറിയിക്കലിന്റെ സവിശേഷത. ദൈവം അവനോട് കൂടെയുണ്ട്. അപ്പോൾ അതവന് ഈ ദിവസത്തിലേക്കുള്ള വചനത്തെ വ്യാഖ്യാനിക്കാനായി അധികാരത്തെ കൊടുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ വരുന്നു. പ്രവാചകന്റെ സവിശേഷതയോ അവൻ മുൻകൂട്ടി പറഞ്ഞതാകുന്നു. ബൈബിൾ പറയുന്നു, ഒരുവനുണ്ടായിട്ട് അവൻ പറയുന്നത് സംഭവിക്കുമെങ്കിൽ നിങ്ങൾ അവനെ കേൾക്കണം. എന്നാൽ അത് സംഭവിക്കുന്നില്ലെങ്കിൽ അവനെ വിശ്വസിക്കരുത്, അവനെ ഭയക്കരുത്. അപ്പോൾ എന്റെ വചനം അവനിലില്ല. അത് സംഭവിച്ചാൽ എന്റെ വചനം അവനിലുണ്ട്. അതാണ് അവന്റെ തിരിച്ചറിയിക്കൽ. അതാണ് ഒരു പ്രവാചകന്റെ സവിശേഷത. ഇപ്പോൾ ദൈവം പണ്ട് തന്റെ തിരിച്ചറിയിക്കൽ സവിശേഷതയെ പ്രവാചകൻ എന്ന് വിളിച്ചിരുന്ന മനുഷ്യനോട് സംസാരിച്ചുകൊണ്ട് തന്നെ മനുഷ്യന് കാട്ടിയിരുന്നു. ഇപ്പോൾ ബൈബിൾ അത് പറയുന്നു, ദൈവം പണ്ട് വിവിധമാം വിധങ്ങളിൽ പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോട് സംസാരിച്ചു പോന്നു. 2 പത്രോസിലും നാം ഇത് വായിക്കുന്നു. മുഴുവൻ ദൈവവചനവും അവരാലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പണ്ടുള്ള ജനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ബൈബിൾ എഴുതി. അവർ പ്രവാചകന്മാരായിരുന്നു. വചനം അവരുടെ അടുക്കലേക്ക് വന്നു. അവർ അതെഴുതി. പ്രേരണയ്ക്ക് കീഴിലായി അവർ അതെഴുതി. ആദ്യം അവരെ പ്രവാചകന്മാരാണ് തിരിച്ചറിയിക്കണം. അതിനുശേഷം അവർ പ്രേരണയാൽ വചനമെഴുതി. ദിവ്യ വെളിപ്പാടിന്റെ വ്യാഖ്യാനം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആ മനുഷ്യനിൽ ദൈവമായിരുന്നു. ഇപ്പോൾ ആ വിധത്തിലായിരുന്നു തന്റെ സവിശേഷ തിരിച്ചറിയിക്കനാൽ അവനെ സ്വയം കാട്ടിയിരുന്നത്. തന്നെ ജനങ്ങൾ അറിയിക്കേണ്ടതിന് ദൈവത്തിന്റെ സവിശേഷത അവരിലുണ്ടെന്ന് അവരുടെ ദർശനങ്ങളാൽ സമർത്ഥിച്ചിരുന്നു. ഇപ്പോൾ ആ വിധത്തിൽ മാത്രമേ അവന് ക്രിസ്തുവിലായിരിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഒരു പ്രവാചകൻ എന്നാൽ ഒരു ചെറിയ കണം മാത്രമാണ്. ക്രിസ്തു ദൈവത്തിന്റെ സമ്പൂർണതയായിരുന്നു. ദൈവം ക്രിസ്തുവിലായിക്കൊണ്ട് തന്നെ ലോകത്തോടൊപ്പം നിരപ്പിച്ചു. അവൻ എന്തായിരുന്നു എന്ന അവന്റെ സവിശേഷത അവനിൽ തിരിച്ചറിയിക്കപ്പെട്ടിരുന്നു. അത്രയേറെയായിട്ട് അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനെ പ്രവൃത്തി ചെയ്യുന്നില്ല എങ്കിൽ അതിൽ വിശ്വസിക്കേണ്ട. എന്റെ പിതാവിന്റെ സവിശേഷത എന്നിലില്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കേണ്ട. എന്റെ വാദങ്ങളെ വിശ്വസിക്കേണ്ട. എന്റെ പിതാവിന്റെ സവിശേഷത എന്നിലില്ല എങ്കിൽ ഒരിക്കൽ പോലും അതിൽ വിശ്വസിക്കേണ്ടതില്ല. ഇപ്പോൾ അവന്റെ സവിശേഷതകൾക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. ഒരു ചെമ്മരിയാടിന് അതിന്റെ സ്വഭാവം മാറ്റാൻ കഴിയാത്തതുപോലെ തന്നെ ദൈവത്തിന് തന്റെ സ്വഭാവം മാറ്റാനാകില്ല. അങ്ങനെ തന്നെ മറ്റൊന്നിനും അതിന്റെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അതിന്റെ ഒറിജിനൽ, അതായത് മൂലമായത് അതിന്റെ ഒറിജിനലായിരിക്കുന്നു. നിങ്ങൾ എന്തിനെയെങ്കിലും മാറ്റുകയാണെങ്കിൽ അതിന്റെ മൂലമായതെന്നൊന്ന് മാറ്റേണ്ടതുണ്ട്. അതിപ്രകാരം നിങ്ങൾ ഒരു പന്നിയെടുത്ത്
നിങ്ങളൊരു പന്നിയെടുത്ത് പിന്നെ അതിന്റെ കാലിന്റെ വിരലുകളിൽ സ്ത്രീകൾ ചെയ്യുന്നത് പോലെ നിറം തയ്ച്ച് ലിപ്സ്റ്റിക് പുരട്ടി ഒരു നല്ല വേഷവും ധരിപ്പിക്കുക. ആ പെൺപന്നി എവിടെ വിട്ടു നോക്കൂ. അവൾക്ക് എത്ര വേഗത്തിൽ ചേറിലേക്ക് പോകാനാകുമോ അത്രയും വേഗം നേരെ വീണ്ടും ചേറിൽ ഉള്ളാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ്? അവൾ ഒരു പന്നിയാണ്, അത്ര തന്നെ. എന്നാൽ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ അതിലുണ്ടാക്കുന്നില്ല. ഒരു ചെമ്മരിയാടത് ചെയ്യില്ല. അവൻ ആ ചേറിലേക്ക് കടക്കുക പോലുമില്ല. അവനതുമായി യാതൊന്നും തന്നെ ചെയ്യാനുണ്ടാകില്ല. അതാണ് അതിന്റെ സവിശേഷ ഗുണമായത്. കാണുന്നോ? ഒരു പക്ഷേ നിങ്ങൾ അവനെ അതേ വിധമുള്ള വേഷം ധരിപ്പിച്ചെന്നിരിക്കാം, എന്നാൽ അവൻ പോകില്ലെന്ന് തീർച്ചയായും അവൻ പോകില്ല. പുറമേ ഉള്ളതിലല്ല കാര്യം അകത്തുള്ളതിലാണ്. ഇപ്പോൾ സകല ജീവന്റെ ഉറവിടം ദൈവമായിരിക്കെ ഇത് മനസ്സിലാക്കുന്നത് തോൽവിയടയരുത്. ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാനായി എന്നിലുള്ള സകലതുമായി ഞാൻ ശ്രമിക്കുകയാണ്. കാണുന്നോ? ഇത് നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് കൂട്ടുകാരെ. ഇത് നിങ്ങളുടെ ഉപകാരത്തിനായിട്ടാണ്. കാണുന്നോ? ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. മറ്റൊരിടത്തേക്കും പോകാനില്ല ഞാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഇവിടെ വരണം എന്ന് അനുഭവപ്പെട്ടതിനാലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന മിനിസ്ട്രിയെ ഇവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ കാണിച്ചിരിക്കണം എന്ന് അനുഭവപ്പെട്ടതിനാലാണ്. ദൈവം ഇപ്പോൾ വാസ്തവമായും എന്തായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള ശ്രമത്തിലാണ് ഞാൻ. അവൻ തന്റെ വാഗ്ദത്ത വചനത്തിലാകുന്നു. അവൻ എല്ലായ്പ്പോഴും വചനമായിരിക്കുകയും അവൻ വാഗ്ദത്തം ചെയ്തിരുന്ന സവിശേഷതയാൽ അവനെ സ്വയം തിരിച്ചറിയിക്കുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സ്വഭാവം ഉയർന്നു വരുന്നു. അത് വചനത്തിലുണ്ടായിരിക്കും. അപ്പോൾ എഴുന്നേൽക്കേണ്ട ഈ വ്യക്തിയുടെ സവിശേഷത അത് ഈ വ്യക്തി തന്നെ എന്ന് തിരിച്ചറിയിച്ചുകൊണ്ട് അതിനെ ഉയർത്തിക്കാട്ടുന്നു. അതിനാലാണ് യേശു ആരായിരിക്കണമെന്നാണോ അപ്രകാരം തന്നെ അവനായിരുന്നു. അവരത് കാണണമായിരുന്നു. അവർ അന്ധരായിരുന്നതിനാൽ യാതൊരു അത്ഭുതവുമില്ല. ആ കാര്യം പറഞ്ഞിരുന്നു. അവൻ അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടും അപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് കണ്ണുണ്ടായിട്ട് കാണില്ല, അവർക്ക് ചെവിയുണ്ടായിട്ട് കേൾക്കുകയുമില്ല എന്ന് യെശയ്യാവ് പറഞ്ഞിരുന്നു. കാണുന്നോ? ഓരോ കാലത്തിലും, അവന്റെ കാലത്തിൽ മാത്രമല്ല ഓരോ കാലത്തിലും എങ്ങനെ ദൈവം പണ്ട് വ്യത്യസ്തമായ രീതികളിൽ അപ്പോഴും അവരത് ഗ്രഹിച്ചിരുന്നില്ല. അവന്റെ സവിശേഷത ഒരിക്കലും തോൽവിയടയുന്നില്ല. അത് എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെയാകുന്നു. ഇപ്പോൾ ഓർക്കുക, അവന്റെ സവിശേഷത ദൈവത്തിന്റെ സവിശേഷതയ്ക്ക് തോൽവിയടയാൻ സാധിക്കില്ല. അതങ്ങനെ ചെയ്യുമെങ്കിൽ പിന്നെ ദൈവമാണ് തോൽവിയടയുന്നത്. ബൈബിളിലെ എബ്രായർ 13 ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. ആയതിനാൽ അവൻ മാറ്റപ്പെടാനാകാത്ത ദൈവമാകുന്നു. ഏതെല്ലാം സവിശേഷതകളാണ് അവന് ആരംഭത്തിലുണ്ടായിരുന്നത്, അവൻ ഇന്നും അതേ സവിശേഷതകളുമായി തന്നെ തുടരുന്നു. അവൻ പ്രവർത്തിച്ചിട്ടുള്ള ഓരോ സമയത്തും അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എങ്കിൽ അവൻ അതിനെ അതേ വിധത്തിൽ തന്നെ ചെയ്യുന്നു. അവൻ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അതവന്റെ സവിശേഷത മാറ്റപ്പെട്ടു എന്ന് കാണിക്കുന്നു. നോക്കൂ, അവന്റെ സവിശേഷതയാൽ അത് ദൈവമല്ലെന്ന് പ്രദർശിപ്പിക്കുന്നു. മനസ്സിലായോ? അതിനാൽ നമുക്കത് എവിടെ വെച്ചാണ് എന്ന് അറിയാനായി പൗലോസ് പറയുന്നത് പോലെ, കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ, കാഹളം തെളിവില്ലാത്ത നാദമാണ് കൊടുക്കുന്നതെങ്കിൽ യുദ്ധത്തിന് ആർ തയ്യാറാകും? ഇപ്പോൾ പിൻവാങ്ങുക എന്നാണ് കാഹളം ധ്വനിച്ചതെങ്കിൽ നമുക്കിപ്പോൾ പിൻവാങ്ങേണ്ടതുണ്ട്. നാം അത് ചെയ്തിരിക്കണം. ആ കാഹളം ധ്വനിച്ചത് ആക്രമിക്കൂ എന്നാണെങ്കിൽ നാം ആക്രമിക്കുകയാണ് വേണ്ടതെന്ന് വിചാരിക്കുന്നു. എന്നാൽ കാഹളം എന്നാൽ എന്താണ്? അത് ദൈവത്തെ തിരിച്ചറിയിക്കുന്ന, അത് മുകളിലേക്ക് പോകണമോ, ഇരിക്കണമോ, പിൻവാങ്ങണമോ, ആയുധത്തെ ശേഖരിക്കണമോ, അത് എന്തായാലും ശരി, അത് ദൈവത്തിന്റെ വചനമാകുന്നു. അതാണ് ദൈവത്തിന്റെ കാഹള ശബ്ദം. ഒരു പ്രത്യേക ശബ്ദം, ഒരു പ്രത്യേക കാര്യം സംഭവിക്കാനുണ്ട് എന്ന് ബൈബിൾ പറയുകയും ആരെങ്കിലും പറയുകയാണ്, ഓ അത് മറ്റൊരു ദിവസത്തു നിന്നുമായിരുന്നു, അപ്പോൾ അതവിടെ തീർച്ചയില്ലാത്ത ശബ്ദമാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാനാകുന്നില്ല. യേശു പറഞ്ഞു, എന്റെ ജീവൻ ഉപേക്ഷിക്കാനും അതിനെ വീണ്ടും എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. അവിടെ തീർച്ചയില്ലാത്ത ഒരു ശബ്ദവുമില്ല. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ വരുമ്പോൾ അവൻ ചെയ്തിരുന്നത് പോലെയുള്ള കാര്യങ്ങളെ ഞങ്ങളെ അവൻ അറിയിക്കും. അവൻ പറഞ്ഞു, ഞാൻ തന്നെ അവൻ. അവിടെ തീർച്ചയില്ലാത്ത ഒരു ശബ്ദവുമില്ല. ഞാൻ തന്നെ അവൻ. ആമേൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാര് മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നിരുന്നു. അവൻ പറഞ്ഞു, അവർ എല്ലാവരും മരിച്ചു. അവൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവത്തിന്റെ ജീവനുള്ള അപ്പം ഞാനാകുന്നു. തീർച്ചയില്ലാത്ത ശബ്ദമല്ല. ഏദൻ തോട്ടം മുതലേയുള്ള ജീവവൃക്ഷം ഞാനാകുന്നു. ഇല്ല, അതിനെക്കുറിച്ചൊരു തീർച്ചയില്ലാത്ത ശബ്ദവുമില്ല. തീർച്ചയായുമില്ല. അത് തീർച്ചയില്ലാത്തൊരു ശബ്ദമല്ല. അവൻ ചെയ്തിരുന്ന എല്ലാത്തിലും അവന് തീർച്ചയുണ്ടായിരുന്നു. ബൈബിൾ തീർച്ചയില്ലാത്ത ഒരു ശബ്ദവും തരുന്നില്ല. അത് ശബ്ദിക്കുന്നതിൽ ദൈവത്തിന്റെ സവിശേഷത കൊണ്ട് തിരിച്ചറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 10:37 യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നില്ലെങ്കിൽ
എന്താണ്? എന്റെ പിതാവിന്റെ സവിശേഷത എന്നിലില്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കേണ്ട. അവന്റെ സവിശേഷതകൾ, അവന്റെ സവിശേഷത എന്നിലാണ് എന്ന് അവ തന്നെ തിരിച്ചറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവ് വചനമാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന്റെ സവിശേഷത ആ കാലത്തിലേക്കുള്ള അവന്റെ വാഗ്ദാനത്തിലൂടെ പ്രകടമാക്കപ്പെടുന്നു. അവൻ മോശയുടെ സമയത്ത് ജീവിച്ചിരുന്നു എങ്കിൽ അത് പ്രാവർത്തികമാകില്ലായിരുന്നു. മോശെ അവന്റെ സമയത്ത് ജീവിച്ചിരുന്നെങ്കിലും അത് പ്രാവർത്തികമാകില്ല. അവൻ നോഹയുടെ സമയത്ത് ജീവിച്ചിരുന്നെങ്കിലോ അത് പ്രാവർത്തികമാകുകയോ, നോഹ അവന്റെ സമയത്ത് ജീവിച്ചിരുന്നെങ്കിലോ അതും പ്രാവർത്തികമാവുകയോ ഇല്ലായിരുന്നു. ആ ദിവസങ്ങളിലേക്കുള്ളവ നോഹ പ്രവചിക്കുകയും അവന്റെ സവിശേഷതയും അവൻ ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തോട് തിരിച്ചറിയിക്കപ്പെട്ടുവരുന്നു. മോശയും അതേ കാര്യം തന്നെ ചെയ്തു. ഇവിടെ യേശു കടന്നു വരുന്നു. ആ വചനം ആ കാലത്തിലേക്ക് വാഗ്ദത്തം ചെയ്തിരുന്നിട്ട് വചനത്തിന്റെ സവിശേഷതയാൽ യേശു ക്രിസ്തു ആ വചനമായിരുന്നു, അത് ദൈവമായിരുന്നു എന്ന് തിരിച്ചറിയിച്ചിരുന്നു. ആമേൻ. സാധാരണ ജനങ്ങളുടെ മേൽ ഈ അവസാന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പകരുക എന്നത് ദൈവത്തിന്റെ സവിശേഷതയെ ജനങ്ങളുമായി തിരിച്ചറിയിക്കുന്നു. അവനത് വാഗ്ദത്തം ചെയ്തിരുന്നു, അത് വചനമായിരുന്നു. അവനത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരുന്നു. അതിനെ ആർക്കും തിരികെടുക്കാനാകില്ല. അവനത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും അതാണ് അവൻ ചെയ്യുന്നത്. അത് അവന്റെ സവിശേഷതകളെ പ്രകടമാക്കുന്നു. അതേ ശ്രീമാൻ, അത് വിശ്വസിക്കേണ്ട. എന്റെ സവിശേഷത ദൈവത്തിന്റെതല്ല എങ്കിൽ എന്റെ അവകാശവാദങ്ങളെ വിശ്വസിക്കേണ്ട. ഇപ്പോൾ യോഹന്നാൻ 14:14 ശ്രദ്ധിക്കൂ. എന്നിൽ വിശ്വസിക്കുന്നവനിൽ എന്റെ സവിശേഷത, എന്റെ തിരിച്ചറിയിക്കൽ ഉണ്ടായിരിക്കും എന്നവൻ പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവനും ചെയ്യും. അവന്റെ സവിശേഷതയെ തിരിച്ചറിയിച്ചുകൊണ്ട് അത് അവനിൽ ക്രിസ്തുവിന്റെ സവിശേഷത കൊണ്ട് തിരിച്ചറിയിക്കുന്നു. ആമേൻ. എനിക്ക് തൊണ്ടടപ്പുണ്ടെങ്കിലും ഇപ്പോൾ ശരിക്കും ഞാൻ വികാരവിവശനായതുപോലെ തോന്നുന്നു. അതെ ശ്രീമാൻ. ഓ എന്റെ നോക്കൂ, അതിനെപ്പറ്റി ഒരു കുറ്റവുമില്ല. അവന്റെ ജീവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ അവനും ചെയ്യും. നോക്കൂ, അത് ആ സവിശേഷതയെ തിരിച്ചറിയിക്കുന്നു. അതേ കാര്യം അവനും പറഞ്ഞു. ദൈവം അവനിലായിരുന്നു എന്നുള്ള എന്റെ സവിശേഷത സ്വയം എന്നെ തന്നെ തിരിച്ചറിയിക്കുന്നില്ല എങ്കിൽ അവനിൽ വിശ്വസിക്കുന്നില്ല. അവൻ അതിനാലാണ് തിരിച്ചറിയപ്പെടുന്നതെന്നും കൂടെ പറഞ്ഞു. അപ്പോൾ അത് അവനെ അല്ല തിരിച്ചറിയിക്കുന്നതെങ്കിൽ അവൻ എന്താണോ പറയുന്നത് അതല്ല. ഇന്ന് ക്രിസ്തുവായിക്കൊണ്ട് ക്രിസ്തുവിന്റെ സവിശേഷത നമ്മിൽ തിരിച്ചറിയിക്കേണ്ടതിന് യേശു വചനമായിരുന്നു എന്ന വചനം വിശ്വസിച്ചു. ക്രിസ്തു സ്വയം തിരിച്ചറിയിച്ചിരുന്നു. അതുകൊണ്ട് അവന് വചനം വിശ്വസിക്കണമായിരുന്നു. ബൈബിളിലെ ഏതെങ്കിലും ഒരു വചനത്തെ നിരാകരിച്ചുകൊണ്ട് നാം ക്രിസ്തുവിൽ നിന്നുള്ളവരാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് ദൈവമായി നിങ്ങളിൽ ഇരിക്കുകയും അത് ഓരോ വാഗ്ദാനത്തെയും ആമേൻ പറഞ്ഞുകൊണ്ട് ഊന്നി പറയുകയും ചെയ്യുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ആമേൻ. കാണുന്നോ? ഇല്ല, അത് മറ്റൊരു കാലത്തിലേക്കുള്ളതായിരുന്നു. അത് അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നവരിൽ ഒരുവനും പറയില്ല. നിങ്ങൾ ലോകത്തെമ്പാടും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ശക്തിയായി പ്രചരിപ്പിക്കൂ. അവനിൽ വിശ്വസിക്കുന്നവനിൽ ലോകത്ത് എവിടെയായിരുന്നാലും ഈ അടയാളങ്ങൾ അതേ കാര്യം അവനെ പിന്തുടരും. ഇന്നലെയും ഇന്നും എന്നേക്കും ആ സവിശേഷത തിരിച്ചറിയിക്കപ്പെടുന്നു. അത് എബ്രായർ 1:1 ഉളവാക്കുന്നു. പണ്ട് കാലത്ത് ദൈവം പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോട് സംസാരിച്ചിരുന്നു. അവൻ പണ്ട് ചെയ്തിരുന്ന അതേ വിധത്തിലൂടെ തന്നെ ഇന്ന് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ തിരിച്ചറിയിക്കുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം തന്റെ രീതിയെ ഒരിക്കലും മാറ്റുന്നില്ല. ബൈബിളിലെ പഴയ നിയമത്തിൽ ഒരു സ്വപ്നക്കാരന് ഒരു സ്വപ്നമുണ്ടായാൽ ഈ സ്വപ്നം ശരിയാണോ അല്ലയോ എന്ന് നോക്കാനായി ഒരു പ്രവാചകൻ ദേശത്തില്ലായിരുന്നാൽ അത് കണ്ടുപിടിക്കുന്നതിന് അവർക്ക് മറ്റൊരു വഴിയുണ്ടായിരുന്നു. അവർ ആ സവിശേഷതയുള്ളവനെ, ആ സ്വപ്നം കണ്ടയാളിനെ, അവനെ കൂട്ടി നേരെ ആലയത്തിലേക്ക് പോകുന്നു. മഹാപുരോഹിതനായിരുന്ന അഹറോന്റെ പതക്കം തൂണിന്മേൽ തൂക്കിയിട്ടിരുന്നു. ഈ സ്വപ്നക്കാരൻ തന്റെ സ്വപ്നം പറയുന്നു. അത് കേൾവിക്ക് എത്ര നന്നായി തോന്നിയാലും, അത് എത്ര വാസ്തവമായി കേട്ടാലും, ഈ ഒരു അലൗകികമായ വെളിച്ചം ഈ പതക്കങ്ങളുടെ മേൽ മിന്നുന്നില്ല എങ്കിൽ അതിനെ ഊറീമും തുമ്മീമും എന്ന് വിളിച്ചിരുന്നു. ബൈബിൾ വായനക്കാർക്ക് മനസ്സിലായി. അപ്പോൾ അതത്രമാത്രം കേൾവിക്ക് നന്നായിരുന്നു എന്ന് ഞാൻ കാര്യമാക്കില്ല. അതങ്ങനെയല്ല. ദൈവത്തിന്റെ അസാധാരണത, ദൈവത്തിന്റെ സവിശേഷത, അവന്റെ സവിശേഷത അലൗകികമായതിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവനെ സ്വയം ആ സന്ദേശത്തിലൂടെ അവൻ തിരിച്ചറിയിക്കുന്നു. ആമേൻ. ഞാൻ ഇന്ന് രാത്രിയിലും അതേ കാര്യം തന്നെ പറയുന്നു. പണ്ടത്തെ ഉറീമും തുമ്മീമും കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ ഇന്നും വചനം അതേ വിധത്തിൽ ദൈവത്തിന്റെ സവിശേഷതയെ
നാം ജീവിക്കുന്ന സമയത്തിന്റെ വാഗ്ദാനത്തെ തിരിച്ചറിയിക്കുന്നു. ദൈവത്തിന്റെ സവിശേഷതയെ നാം ജീവിക്കുന്ന മണിക്കൂറിലെ വാഗ്ദാനത്താൽ തിരിച്ചറിയിക്കുന്നു. അത് ദൈവത്തെ അവനായിരുന്നതുപോലെ തന്നെ ആക്കി തീർക്കുന്നു. പണ്ട് കാലത്ത് നോക്കൂ, വിവിധ വിധങ്ങളിലൂടെ അവൻ പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോട് സംസാരിച്ചു പോന്നു. പ്രവാചകന്മാരുടെ ന്യായപ്രമാണം യോഹന്നാൻ വരെയും അന്ന് മുതൽ സ്വർഗരാജ്യം. ശ്രദ്ധിക്കൂ, എന്നാൽ ഈ അവസാന ദിവസത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ അന്ന് ചെയ്ത അതേ കാര്യം തന്നെ പറയുകയാണ്. ദൈവം പണ്ട് വിധമായി പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അവസാന ദിവസത്ത് അതേ കാര്യം തന്നെ ചെയ്തുകൊണ്ട് ജനങ്ങളോട്, പിതാക്കന്മാരോട് അവന്റെ പുത്രനായ ക്രിസ്തുയേശുവിലൂടെ സംസാരിക്കുന്നു. അവനെ മരിച്ചവരെന്ന് ഉയർപ്പിക്കുകയും അവൻ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് അവൻ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ച് നമ്മോട് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് അവനെ സ്വയം തിരിച്ചറിയിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റപ്പെടാത്തവൻ. ദൈവം പണ്ട് വിവിധ വിധങ്ങളിൽ പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോടും ഈ അവസാന ദിവസങ്ങളിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയും സംസാരിക്കുന്നു. തിരുവചനത്തെ തെറ്റായ വിധം ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അത് കൃത്യമായും ശരിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ ഈ വചനം വ്യാഖ്യാനിക്കാൻ ദൈവത്തിന് ആരുടെയും ആവശ്യമില്ല. അവന്റെ വചനം അവൻ തന്നെ വ്യാഖ്യാനിക്കുന്നു. അവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് സംഭവിക്കുന്നു. അതാണ് ആ വ്യാഖ്യാനം. കാണുന്നു, അതെ, അത് ഇതാണ് അർത്ഥമാക്കുന്നത് എന്ന് പറയാനായി അവൻ ആരുടെയും ആവശ്യമില്ല. ദൈവം തന്റെ സ്വന്തം വ്യാഖ്യാനത്താൽ അതിനെ തിരിച്ചറിയിക്കുന്നു. അവന്റേതിനാൽ ആ വാഗ്ദാനം ആ ദിവസത്തേക്കുള്ളതായിരുന്നെങ്കിൽ നമുക്ക് ലൂഥറിന്റെ പ്രകാശത്തിൽ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് വെസ്റ്റിയുടെ പ്രകാശത്തിൽ ജീവിക്കാൻ കഴിയില്ല. അവരുടെ ആരുടെയും പ്രകാശത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ ദിവസത്തിലേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പ്രകാശത്തിലേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ. അതെ, നാം ഒരു വലിയ പെട്ടകം പണിയാൻ പോവുകയാണ്. നാം ഈ രാജ്യത്തൊന്നും വെള്ളത്തിന് മുകളിലൂടെ പോകാൻ പോകുന്നു. നൈൽ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന് മോശെ ഇസ്രായേലിലേക്ക് ചെന്ന് പറഞ്ഞെങ്കിൽ എന്താകുമായിരുന്നു? അവർ ചുരുൾ തിരിച്ച് അതിൽ പിന്നിലേക്ക് ഒന്ന് നോക്കും. അതിന്റെ വാഗ്ദാനവും അവിടെയില്ല. അത് ശരിയാണ്. എന്നാൽ നിങ്ങൾ നോക്കിയാൽ അവൻ ദൈവത്തിന്റെ പ്രവാചകൻ തന്നെ എന്ന് സ്വയം തിരിച്ചറിയിച്ചു. കാരണം അവൻ പറഞ്ഞത് തന്നെ സംഭവിച്ചു. അപ്പോൾ അവന്റെ പക്കൽ കർത്താവിന് വചനമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഫെറവോന് കുന്തങ്ങളും മോശയ്ക്ക് വചനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കടലിലെ കടക്കേണ്ടി വന്നപ്പോൾ കുന്തങ്ങളെല്ലാം സമുദ്രത്തിന്റെ കീഴേക്ക് പോയി. ഉണങ്ങിയ നിലത്തിലൂടെ മോശെ ഇസ്രായേലിനെ കടലിനപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തുകൊണ്ടെന്നാൽ അവന്റെ പക്കൽ വചനമുണ്ടായിരുന്നു. അവൻ ആ സമയത്തേക്കുള്ള വചനമായിരുന്നു. മോശെ ആ സമയത്തിന്റെ വചനം പ്രത്യക്ഷമായതായിരുന്നു. ഏലിയാവ് ആ സമയത്തിന്റെ വചനം പ്രത്യക്ഷമായതായിരുന്നു. അവൻ ചെയ്തിരുന്ന വാഗ്ദത്തങ്ങളോ വചനം ക്രിസ്തുവായി പ്രത്യക്ഷമായി. അല്പമൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ നിങ്ങളിലും നിങ്ങളോടുകൂടെയും ലോകാവസാനത്തോളം ഉണ്ടാകും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ നിങ്ങളും ചെയ്യും. അവൻ ഈ കാര്യങ്ങളെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതിനെപ്പറ്റി എന്താണ് അവൻ എല്ലാ കാലത്തും ചെയ്തതുപോലെ അത് ദൈവം തന്റെ വചനത്തിന്റെ സവിശേഷതയെ പ്രദർശിപ്പിക്കുന്നതാണ്. മലാഖി 4 അവൻ പറഞ്ഞു, കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാൾ വരും മുമ്പേ ഇതാ ഞാൻ ഏലിയാ പ്രവാചകനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു. ആ ദിവസം എത്തും മുമ്പ് അവൻ വീണ്ടും മക്കളുടെ വിശ്വാസത്തെ പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. അവനത് വാഗ്ദത്തം ചെയ്തിരുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ 17-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ അവതരിക്കുന്ന നാളിലും മനുഷ്യപുത്രന്റെ വരവെങ്കിലും സോദോമിന്റെ നാൾക്കളിൽ എന്ന പോലെ തന്നെ ആയിരിക്കും. ലോകം സോദോമിന്റെ നാൾക്കൾ പോലെ ആയിരിക്കുമ്പോൾ വെളിപ്പാട് സ്വയം ചുരുളഴിഞ്ഞു വരും. അതെന്തായിരിക്കും? ആ തിരുവചനത്തിന് സവിശേഷത നിറവേറി കഴിഞ്ഞതാകുന്നു. ദൈവത്തിന് സദാസമയത്തും ഉണ്ടായിരുന്ന സവിശേഷതയാൽ സ്വയം അവനെ തിരിച്ചറിയിക്കുന്നു. അവനത് ഉപേക്ഷിക്കാൻ കഴിയില്ല. അവസാന ദിവസങ്ങളിൽ അവൻ തന്റെ പുത്രനിലൂടെ തിരിച്ചറിയിക്കുന്നു. ദൈവം എല്ലായ്പ്പോഴും അവനെപ്പോഴും അതങ്ങനെ ചെയ്യുന്നു. നോക്കൂ, അവൻ തന്റെ രീതിയെ ഒരിക്കലും മാറ്റുന്നില്ല. അബ്രഹാമിനോട് സംസാരിച്ച ഈ 3 മനുഷ്യരും സോദോമിന്റെ ദിവസത്തിൽ നാം അതിനെക്കുറിച്ച് അവിടെ വച്ച് സംസാരിച്ചിരുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തെ അവന്റെ വചനത്താൽ തന്നെ എടുത്തിരുന്നു. ദൈവം അവനെ വിളിക്കുമ്പോൾ അബ്രഹാമിന് 75 വയസ്സും അവന്റെ ഭാര്യയായ സാറയ്ക്ക് 65 വയസ്സും പ്രായമുണ്ടായിരുന്നു. അവർക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നവൻ പറഞ്ഞിരുന്നു. സാറായിൽ നിന്നും അബ്രഹാമിന് ഒരു കുഞ്ഞുണ്ടാകും. അത് കേൾവിക്കൊരൽപ്പം പരമവിഡ്ഢിത്തം പോലെയാണ്. എന്നാൽ അവൾ എല്ലാ തരത്തിലെ ചെറിയ ബൂട്ടുകളും കുട്ടിയുടുപ്പുകളും മറ്റെല്ലാം തയ്യാറാക്കിയിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം അവൾക്ക് ഈ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ആദ്യത്തെ 28 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്രഹാം സാറയോട് ചോദിച്ചിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിനക്ക് എന്ത് തോന്നുന്നു പ്രിയേ? ഒരു വ്യത്യാസവുമില്ല. ദൈവത്തിന് മഹത്വം. എങ്ങനെയായാലും നമുക്കതുണ്ടാകാൻ പോകുന്നു. അത് നീ എങ്ങനെ അറിയുന്നു? ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നു.
1 വർഷം പിന്നിട്ടു, നിനക്ക് എങ്ങനെയുണ്ട് പ്രിയേ? ഒരു വ്യത്യാസവുമില്ല. എങ്ങനെയായാലും നമുക്കതുണ്ടാകാൻ പോകുന്നു. ദൈവം അത് പറഞ്ഞിരിക്കുന്നു. 5 വർഷങ്ങൾ പിന്നിട്ടു, ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട് പ്രിയേ? ഒരു വ്യത്യാസവുമില്ല. എങ്ങനെയായാലും നമുക്കതുണ്ടാകാൻ പോകുന്നു. ദൈവം അത് പറഞ്ഞിരിക്കുന്നു. അതെന്തായിരുന്നു? അവന് ദൈവത്തിന്റെ വാഗ്ദാനമുണ്ടായിരുന്നു. അവൻ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ ദൈവത്തെ പോലെ പ്രവർത്തിക്കുകയും ചെയ്തു. അവൻ വചനത്തിന്റെ വാഗ്ദാനത്തിൽ പിടിച്ചുകൊണ്ടിരുന്നു. 25 വർഷങ്ങൾ പിന്നിട്ടു, കുഞ്ഞു ബൂട്ടുകളെല്ലാം മഞ്ഞളിച്ചു കഴിഞ്ഞിരുന്നു. അവൾ എപ്പോഴും അവയെ സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ അവൻ വയസ്സായി, തോളുകൾ കുനിഞ്ഞിട്ട് അവനൊരു ഭയാനക അവസ്ഥയിലായി കഴിഞ്ഞിരുന്നു. അത് മാത്രമല്ല, സാറായുടെ ഗർഭപാത്രം മരിച്ചതുപോലെയായി അവൻ ഉൽപാദന ശക്തിയില്ലാത്തവനായി തീർന്നിരുന്നു. അവരായിരുന്ന അവസ്ഥ എന്തായിരുന്നു? അവന്റെ നാട്യവിശ്വാസി കൂട്ടുകാർ ഇങ്ങനെ അവനോട് ചോദിച്ചേക്കാം, അബ്രഹാമേ, രാജ്യങ്ങളുടെ പിതാവേ, നിനക്ക് എന്ത് തോന്നുന്നു? അതേ, ദൈവത്തിന് മഹത്വം, എനിക്ക് നന്നായി തോന്നുന്നു. എങ്ങനെയായാലും ശരി, ഞങ്ങൾക്ക് ആ കുഞ്ഞു ജനിക്കാൻ പോകുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വചനത്തിൽ ചാഞ്ചാടാതെ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. കാരണം ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിന് നിറവേറ്റാനാകും എന്നവനെ ബോധിച്ചിരുന്നു. ആമേൻ. അവിടെയാണ് ഒരു വിശ്വാസിയുടെ സവിശേഷത. നിങ്ങളെ പറ്റി എന്താണ് ആണെന്നോ? അബ്രഹാമിന്റെ മക്കളായ നമ്മെ പറ്റി എന്താണ്? ദൈവവചനത്തെ ഒരു വാഗ്ദാനമായി നാം തിരിച്ചറിയിച്ചുകൊണ്ട് നമ്മുടെ സവിശേഷത നമ്മിൽ തന്നെ നാം അത് വാസ്തവമായി വിശ്വസിക്കുന്നു എന്ന് തിരിച്ചറിയിക്കുന്നു. അതല്ലാതെ നിങ്ങളെങ്ങനെ വസ്ത്രാങ്കണത്തിൽ പിടിച്ച് ചുറ്റി തിരിയുകയും ഇവിടെ നിന്ന് ചാടുക, പിന്നെ അവിടെ നിന്നും അതിനുശേഷം താഴേക്ക് പിന്നെയും ഊഹിക്കുന്നു, ചുറ്റിനുമായി വസ്ത്രാങ്കണത്തിൽ ചുറ്റി പിടിച്ചുകൊണ്ട് കളിക്കുന്നു. അതിനെപ്പറ്റി എന്താണ്? അപ്പോൾ നാം ക്രിസ്ത്യാനികളല്ല, നാം വിശ്വാസം നടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നാം വാസ്തവമായും ആ വാഗ്ദാനത്തിനായി നിൽക്കുമ്പോൾ അവിടെ തന്നെ ഉപ്പൂറ്റി ഊന്നി അബ്രഹാം നിന്നതുപോലെ അതുമായി തന്നെ നിലകൊള്ളുക. ഒരു ദിവസമായപ്പോൾ 3 മനുഷ്യർ നടന്നു വരുന്നത് അവൻ കാണുന്നതായി നാം കണ്ടു. ബൈബിൾ ഇവിടെ പറയുന്നു, ആ ദിവസത്തിന്റെ ചൂടുള്ള നേരമായിരുന്നു അത്. ഏകദേശം ഉച്ചയോടടുത്തിരിക്കും എന്ന് തീർച്ചയാണ്. ഈ മനുഷ്യൻ അവന്റെ അടുക്കലേക്ക് നടന്നു വന്നു, അവനോട് സംസാരിച്ചു. അവരിൽ 2 പേർ സോദോമിലേക്ക് പോയി എന്ന് നാം മനസ്സിലാക്കി. കഴിഞ്ഞ രാത്രിയിൽ നാം അതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരിൽ ഒരാൾ അവനോടൊപ്പം അവിടെ താമസിച്ചു. അവനോടൊപ്പം നിന്ന ഈ മനുഷ്യനെ ശ്രദ്ധിക്കൂ. ആ മനുഷ്യൻ എന്തു ചെയ്തു? അവൻ ഏലോഹീമായിരുന്നു. ഒരുവന്റെ സവിശേഷതകളാണ് അവൻ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാനാകുന്നത്. ഏലോഹീം ബൈബിളിലെ ആദ്യത്തെ വാക്ക് ആദിയിൽ ദൈവം. ഇപ്പോൾ പണ്ഡിതന്മാരായ നിങ്ങളിൽപ്പെട്ട ആർക്കും അവിടെ ദൈവം എന്നുള്ള പദത്തിന് എബ്രായ ഭാഷയിൽ ഏലോഹീം എന്നാണ്. അതിന്റെ അർത്ഥം സർവശക്തൻ, സർവവും തികഞ്ഞവൻ, സ്വയംഭൂ എന്നാകുന്നു. ആരിൽ നിന്നും ഒരു സഹായവും ആവശ്യമില്ലാത്തവൻ, ആരുടെയും വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ലാത്തവൻ തന്റേതിനെ സ്വയം ചെയ്യുന്നു. അവൻ സർവജ്ഞനായ ദൈവമായി, സർവ്വവ്യാപിയായി, സർവശക്തനായി, എല്ലാം അറിയുന്നവനായിരിക്കുന്നു. അവൻ ദൈവമാകുന്നു. അവിടെയായിരുന്നു അവൻ. ഇപ്പോൾ അബ്രഹാം വചനത്തെ പിടിച്ചുകൊണ്ടിരുന്ന ഈ ഗോത്രത്തലവൻ ഈ വ്യക്തിയെ നോക്കി. ഈ വ്യക്തി കൂടാരത്തിന് പുറംതിരിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെയാണ്? പറഞ്ഞു, നിന്റെ പുറകുവശത്തായി അവൾ കൂടാരത്തിലുണ്ട്. പറഞ്ഞു, ജീവോൽപാദന സമയക്രമത്തിൽ ഞാൻ നിന്നെ സന്ദർശിക്കും. ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്തിരുന്ന ഈ കുഞ്ഞ് നിനക്കുണ്ടാകാൻ പോകുന്നു. അതിനാൽ സാറ ചിരിച്ചു. അവനോട് സംസാരിച്ചിരുന്നവൻ അവന്റെ പിന്നിലായി സാറ കൂടാരത്തിനകത്തിരുന്ന് പറഞ്ഞതെന്താണെന്ന് അവനോട് പറഞ്ഞു. ഇപ്പോൾ ഉൽപ്പത്തിയിൽ നിങ്ങളത് വായിക്കും. അത് കഴിഞ്ഞ് നാം അത് കാണുന്നത് അവനെ സ്വയമായി തിരിച്ചറിയിക്കുമ്പോൾ അതെന്തായിരുന്നു? എബ്രായർ 4-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, ദൈവത്തിന്റെ വചനം മൂർച്ചയേറിയതും ഇരുവായി തലയുള്ള വാളിനേക്കാളും ശക്തിയേറിയതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ആ മനുഷ്യൻ ഈ മനുഷ്യൻ തന്നെ എന്നവൻ അറിഞ്ഞിരുന്നു. അവനല്ലാതെ മറ്റൊരു പ്രവാചകനും ദേശത്തിലെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് അവന്റെ അടുക്കിലേക്ക് വരേണ്ടതുണ്ടായിരുന്നു. അവനായിരുന്നു ആ പ്രവാചകൻ. ഇവിടെ ഇതാ വചനം പ്രവാചകന്റെ അടുക്കിലേക്ക് വരുന്നു. അതേ കാര്യം തന്നെ യോഹന്നാൻ സ്നാപകനും സംഭവിച്ചത്. 400 വർഷത്തോളം അവിടെ പ്രവാചകന്മാർ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഓർക്കുന്നു, വിശ്വാസത്താൽ എന്നെ സ്നാനം കഴിപ്പിച്ച ബാപ്റ്റിസ്റ്റ് മിഷണറിയും പ്രാസംഗികനുമായ വയസ്സു ചെന്ന ഡോക്ടർ ഡേവിസ് ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ടാകാം. അദ്ദേഹം എന്നോട് തർക്കിക്കുമായിരുന്നു. അദ്ദേഹം പറയും, ബില്ലി, നീ ഇപ്പോൾ ഒരു ചെറിയ ബാലനാകുന്നു, നീ എന്നെ കേട്ടിരിക്കണം. ഞാൻ പറയും, ശരി സഹോദരൻ ഡേവിഡ്, ഞാൻ കേൾക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നീ നോക്കിക്കേ, യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചില്ല. അവന് സ്നാനമേൽക്കേണ്ടതുണ്ടായിരുന്നു, എന്നാൽ സ്നാനമേറ്റിരുന്നില്ല. അവന് സ്നാനമേൽപ്പിക്കാനായി ആർക്കും തന്നെ യോഗ്യത ഉണ്ടായിരുന്നില്ല. അതൊരു നല്ല ബാപ്റ്റിസ്റ്റ് മതതത്വവേദ ശാസ്ത്രമായിരുന്നു. ഇതാ ഇവിടെ യേശു വരുന്നു. അപ്പോൾ യോഹന്നാൻ പറയുന്നു, എനിക്ക് നിന്നാൽ സ്നാനമേൽക്കാൻ ആവശ്യം, പിന്നെ നീ എന്റെ അടുക്ക വരുന്നത് എന്താണ്? അപ്പോൾ അവൻ പറഞ്ഞു,
അങ്ങനെ തന്നെ സമ്മതിക്കുക. അവൻ പറഞ്ഞു, അവനെ അത് സമ്മതിച്ചപ്പോൾ നിങ്ങൾ നോക്കിയാൽ യേശുവിനെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചതായി കാണാം. അത് കഴിഞ്ഞപ്പോൾ അവൻ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് വരികയും ആകാശങ്ങൾ തുറന്നു വരികയും ഒരു പ്രാവിന്റെ രൂപത്തിൽ ദൈവം ഇറങ്ങി വന്ന് അവനിലേക്ക് കടക്കുന്നതും കണ്ടു. പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ വസിപ്പാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇല്ല, ഡോക്ടർ ഡേവിസുമായി വിയോജിക്കുന്നതല്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. നോക്കൂ, യോഹന്നാൻ പ്രവാചകനായിരുന്നു. വചനം സദാസമയത്തും പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നു. അങ്ങനെ വചനം ജഡമായി തീർന്നാലോ എങ്ങനെയൊക്കെ ആയിരുന്നാലോ അത് പ്രവാചകന്റെ അടുക്കലേക്ക് വരികയുള്ളൂ. കാരണം അവൻ വചനത്തെക്കുറിച്ച് സാക്ഷീകരിക്കുകയും ഇവന്റെ സവിശേഷത പോലും അതായിരുന്നു. അവനൊന്ന് തിരിച്ചറിയിച്ചുമിരുന്നു. ഇവിടെ ഇതാ വചനം കടന്നു വരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ യേശുവിന്റെ മുന്നിലേക്ക് നടന്നു ചെന്ന ഉടൻ തന്നെ യോഹന്നാൻ പറഞ്ഞു, എനിക്ക് നിന്നാൽ സ്നാനമേൽക്കാൻ ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നത് എന്താണ്? യേശു പറഞ്ഞു, സമ്മതിക്ക, അതങ്ങനെ തന്നെ ചെയ്യുക. അത് നമുക്ക് ആവശ്യമാണ്. സകല നീതിയും നിവൃത്തിയാകേണ്ടതുണ്ട്. നമുക്ക് രണ്ടാൾക്കും അത് അത്യാവശ്യമാണ്. യോഹന്നാൻ പ്രവാചകനായിരിക്കുകയും അവൻ വചനമായിരിക്കുകയുമായിരുന്നു. അവനായിരുന്നു ആ ബലി. അവൻ തന്റെ ഭൂമിയിലുള്ള മിനിസ്ട്രിയിലേക്ക് കടക്കുകയായിരുന്നു. മാത്രമല്ല, ബലി അർപ്പിക്കപ്പെടും മുമ്പേ കഴുകേണ്ടത് ആവശ്യമായിരുന്നു. അതിനാൽ യോഹന്നാൻ അവനെ സ്നാനമേൽപ്പിച്ചു. കാരണം അവൻ അറിഞ്ഞിരുന്നു അങ്ങനെ തന്നെ ചെയ്യാൻ സമ്മതിക്ക. അതിനാൽ നമുക്ക് സകല നീതിയെയും പൂർത്തീകരിക്കാമല്ലോ. സമർപ്പിക്കപ്പെടും മുമ്പേ ബലി കഴുകപ്പെടേണ്ടതുണ്ട്. അതിനാൽ യോഹന്നാൻ അവനെ സ്നാനം കഴിപ്പിച്ചു. യോഹന്നാനെ യേശു സ്നാനം കഴിപ്പിച്ചു എന്നല്ല, യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തി. അങ്ങനെ തന്നെ ചെയ്യാനായി സമ്മതിക്ക. ശ്രദ്ധിക്കൂ, അബ്രഹാം ഇവിടെയായിരിക്കുന്നു. അവന് കർത്താവിന് വചനമുണ്ടായിരുന്നു. കർത്താവിന് വചനം അവന്റെ അടുക്കൽ വന്നു. അവൻ പ്രവാചകനായിരുന്നു. ഇപ്പോൾ ഇതാ ഇവിടെ വചനം കടന്നു വരുന്നു. അവൻ അബ്രാം എന്നല്ല, അവനെ അബ്രഹാം എന്ന് വിളിച്ചു. അതിനും കുറച്ച് ദിവസം മുമ്പ് വരെ അവന്റെ പേര് അബ്രാം എന്നായിരുന്നു. ഇപ്പോൾ അത് അബ്രഹാം എന്നായിരിക്കുന്നു. അവന്റെ ഭാര്യ സാറായി എന്നായിരുന്നു. ഇപ്പോൾ ഇത് സാറ, SARRA എന്നല്ല, SARAH, ABRAHAM എന്നല്ല, ABRAHIM, അബ്രഹാം എന്നായിരിക്കുന്നു. അബ്രഹാം എന്ന് വിളിക്കുമ്പോൾ ഈ മനുഷ്യൻ തന്നെത്താൻ തിരിച്ചറിയിക്കുകയായിരുന്നു. ഓ എന്റെ അബ്രഹാം തിരികെ വിളിച്ചു, ഏലോഹീം. അവിടെയാണ് വചനവും പ്രവാചകനും ഒരുമിച്ച് ചേർന്ന് രണ്ടു സവിശേഷതകളും തിരിച്ചറിയിക്കുന്നത്. ഏലോഹീം. അവൻ ചോദിച്ചു, നിന്റെ ഭാര്യയായ സാറ എവിടെയാണ്? പറഞ്ഞു, അവൾ നിന്റെ പുറകിൽ കൂടാരത്തിലുണ്ട്. അപ്പോൾ ആ കാര്യം, ആശ്ചര്യകാര്യം ചെയ്യപ്പെട്ടു. അബ്രഹാം അവനെ ഏലോഹീം, എല്ലാം തികഞ്ഞവൻ, സർവശക്തനായ ദൈവം എന്ന് വിളിച്ചു. യേശു പറഞ്ഞു, അവൻ ഭൂമിയിലായിരുന്നപ്പോൾ ഏലോഹീം ചെയ്തിരുന്ന അതേ കാര്യം തന്നെ അവനും ചെയ്തിരുന്നു. ദൈവമായിരിക്കെ അതവന്റെ സവിശേഷതയെ തിരിച്ചറിയിച്ചു. അവൻ ഇങ്ങനെയും പറഞ്ഞിരുന്നു, അതിനു മുൻപായി അവസാന ദിവസങ്ങളിൽ മനുഷ്യപുത്രൻ വരുന്നതിന് തൊട്ടു മുൻപ് സൊദോമിന്റെ നാളുകളിലായിരുന്നതുപോലെ ആകുമ്പോൾ അവൻ അവതരിക്കുന്ന നാളുകളിൽ ഇതേ പശ്ചാത്തലം വീണ്ടും വരുന്നതാണ്. സർവശക്തനായ ദൈവം ഏലോഹീം അവന്റെ ജനങ്ങളുടെ ഇടയിലായിരിക്കും. അങ്ങനെയാണ് തിരുവചനം പറയുന്നത്. ഏലോഹീം ജനങ്ങളുടെ ഇടയിൽ 40 വർഷം കൊണ്ട് അവൻ ഏലോഹീം ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, സഭയും നോക്കൂ, അബ്രഹാം ഒരു അടയാളത്തെ കണ്ടു. മറ്റൊരു വിളി, ഒരു അടയാളം, ഒരു വിളി, ഒരു അടയാളം. ആ വാഗ്ദത്തപുത്രനായി കാത്തിരിക്കുന്നു. എന്നാൽ അവൻ കണ്ട അവസാന അടയാളം, അവസാന പ്രത്യക്ഷപ്പെടൽ, അരങ്ങിലേക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന പുത്രൻ വരുന്നതിന് മുമ്പുള്ള ദൈവത്തിന്റെ അവസാന സന്ദർശനം ഏലോഹീം മനുഷ്യ ശരീരത്തിലായി തീരുന്നതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ വാഗ്ദത്ത സന്തതി കടന്നു വരുന്നു. അബ്രഹാമിന്റെ സന്തതി വാഗ്ദത്ത പുത്രനായി യേശുക്രിസ്തുവിനായി കാത്തിരിക്കുന്നു. അവർ പരിശുദ്ധാത്മാവിന്റെ കോരിച്ചൊരിയലും അന്യഭാഷകൾ സംസാരിക്കുന്നതും ദിവ്യരോഗ സൗഖ്യവും മറ്റുമുള്ള അടയാളങ്ങൾ കണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യപുത്രൻ അവതരിക്കുന്ന നാൾക്കളിൽ ആ ദിവസത്തിൽ അവൻ കാണിച്ചതുപോലുള്ള അതേ അടയാളങ്ങളെ കാണിക്കാനായി ഏലോഹീം അബ്രഹാമിന്റെ രാജകീയ സന്തതിയുടെ അടുക്കലേക്ക് തിരികെ വരുന്നതാണ്. ആമേൻ. അത് ആയിരിക്കുന്നത് പോലെ ഏലോഹീം എന്താണ്? അത് ദൈവത്തിന്റെ സവിശേഷതയായിരിക്കും. ഇപ്പോൾ ക്രിസ്തു ദൈവമായിരുന്നു എങ്കിൽ ഉറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ ഒരു നാളും കാണുകയില്ല. നിങ്ങളോ എന്നെ കാണും. ഞാൻ നിങ്ങളോടൊപ്പവും നിങ്ങളിലും കത്തിയിരിക്കുവോളം അവസാനം വരെ ഉണ്ടാകും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ നിങ്ങളും ചെയ്യും. യേശു അത് ലൂക്കോസ് 17-ാം അധ്യായത്തിൽ പറയുന്നു. ശരി,
നാം വിശ്വസിക്കുകയും ഈ അവസാന ദിവസങ്ങളെ കാണുകയും ചെയ്യുമ്പോൾ ഈ പശ്ചാത്തലം വീണ്ടും പ്രവൃത്തിയിലാകേണ്ടതുണ്ട്. അതുകൊണ്ട് അവനുണ്ടായിരുന്ന അതേ സവിശേഷതയെ സഭയ്ക്ക് നൽകിക്കൊണ്ട് എബ്രായർ 13:8 കൃത്യമായും ശരിപ്പെടുത്തുകയും എബ്രായർ 1:1 പ്രകാരം ദൈവം പണ്ട് തന്നെ പ്രവാചകന്മാരിലൂടെ തിരിച്ചറിയിച്ചിരുന്നു. ഈ അവസാന ദിവസങ്ങളിൽ അവന്റെ പുത്രൻ മരിച്ചവരെന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതായും തിരിച്ചറിയിക്കുന്നു. അതിൽ നിന്നും ഒരു ചെറിയ തൂവല് പോലും അടർത്താൻ കഴിയില്ല. അത് കഴുകൻ ചിറകുകളാണ്. അവ നന്നേ ചേർന്നിരിക്കുന്നു. കാരണം അവ സ്വർഗീയമായ പക്ഷിയാണ്. അവർ അവയ്ക്ക് സ്വർഗീയ ഭോജനം കൊടുക്കുന്നു. ഇപ്പോൾ നാം അത് ശ്രദ്ധിക്കുന്നു. പണ്ട് വിവിധമായും അവൻ പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോട് സംസാരിച്ചു പോന്നു. അവസാന ദിവസങ്ങളിൽ മരിച്ചവരിൽ നിന്നും അവനെ ഉയർപ്പിച്ചിട്ട് അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ സംസാരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് ശേഷവും അതേ യേശു തന്നെ. പ്രവാചകന്മാരിൽ ഒരുവനല്ല. യേശു, ഹല്ലേലൂയ, ആ പുനരുത്ഥാനം ചെയ്ത ദൈവപുത്രൻ. ഇവിടെ അവൻ നമ്മുടെ ഇടയിലായിരിക്കുന്നു. യേശു പറഞ്ഞു, ഒരു നാൾ അവൻ പറഞ്ഞു, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ ഒരടയാളം അന്വേഷിക്കുന്നു. അവർക്ക് ഒരടയാളം ലഭിക്കും. ദോഷവും വ്യഭിചാരമുള്ള ഒരു തലമുറ, ദോഷവും വ്യഭിചാരവും വഴിവിടച്ചതുമായിട്ട് ഇപ്പോഴായിരിക്കുന്നതിനേക്കാളും ഈ ലോകം എപ്പോഴാണ് കൂടുതലായിട്ടുള്ളത്? യോനായുടെ നാൾക്കളിലായിരുന്നത് പോലെ. യോന 3 രാവും പകലും കടലാനയുടെ വയറ്റിലായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യപുത്രനും ഭൂമിയുടെ ഹൃദയത്തിൽ 3 രാവും പകലുമായിരിക്കും. പിന്നെയും ദോഷവും വ്യഭിചാരമുള്ള തലമുറയ്ക്ക് ഒരടയാളം കിട്ടാനുണ്ടായിരുന്നു. ഏത് വിധത്തിൽ അടയാളം? പുനരുത്ഥാനത്തിന്റെ ഒരടയാളം. ഇന്ന് നമുക്കതുണ്ടായിരിക്കുന്നു. 2000 വർഷം കഴിഞ്ഞിട്ടും അവൻ ഇപ്പോഴും ജീവിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവൻ നമ്മുടെ ഇടയിലായിക്കൊണ്ട് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി അവൻ ഈ ദിവസം പ്രത്യക്ഷമാക്കും എന്ന് വാഗ്ദത്തം ചെയ്തിരുന്ന ദൈവത്തിന് സവിശേഷതയുമായി അവനെ സ്വയം തിരിച്ചറിയിക്കുന്നു. ആമേൻ. അവിടെയാണ് ആ വചനം. അവസാന ദിവസങ്ങളിലെ അവന്റെ പുത്രനാലുള്ള തന്റെ തിരിച്ചറിവിക്കലിനെ, ആ അടയാളത്തെ നിങ്ങൾ വിശ്വസിക്കുമോ? അടുത്ത കാര്യം അതാണ്. ശ്രദ്ധിക്കൂ, പണ്ട് ദൈവം മോശയോട് സംസാരിച്ചു. ആവർത്തനം 18:15 പറയുന്നത്, നിങ്ങളുടെ കർത്താവായ ദൈവം എന്നെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അത് വചനമാണ്. അതാണ് ആ വചനം. അതാണ് ആ വചനം. അത് ദൈവമായിരുന്നു. അത് മോശയായിരുന്നില്ല. മോശയ്ക്ക് അതെങ്ങനെ അറിയാം? അവൻ ഒരു മനുഷ്യനായിരുന്നില്ലേ? എന്നാൽ ഇത് പറയുമ്പോൾ ദൈവം മോശയോട് സംസാരിക്കുകയായിരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നോ? ശരി. യേശു, ഈ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന വചനം അവന്റെ സവിശേഷതയുമായി എങ്ങനെ വാസ്തവമായും തിരിച്ചറിയിച്ചിരുന്നു എന്നിപ്പോൾ ശ്രദ്ധിക്കൂ. അവൻ തീർച്ചയായും ചെയ്തിരുന്നു. അവൻ ചെയ്യുമെന്ന് മോശെ പറഞ്ഞിരുന്ന ഈ സവിശേഷതയാൽ അവൻ തിരിച്ചറിയപ്പെട്ടിരുന്നു. ഇന്നത്തെ പോലെ അവരിൽ അനേകരും അവർക്ക് ഏതെങ്കിലും ഒരു മഹാൻ നായകനെ ലഭിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഓ, ഇത് ഡോക്ടർ PH ഇന്നയാളാണ്, അവൻ ഹാർട്ട്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ്, അഥവാ അങ്ങനെയുള്ള മഹത്തായ എന്തിൽ നിന്നോ എങ്കിൽ അവൻ പുറത്തു വന്നിരിക്കുന്നു. അത് ദൈവത്തിന് തിരിച്ചറിയിക്കലല്ല. അല്ല, അല്ല, അതിൽ ഒരു കാര്യവുമില്ല. വചനമാണ് ദൈവത്തെ തിരിച്ചറിയിക്കുന്നത്. കാണുന്നോ? യേശു ഒരു പണ്ഡിതനോ, അതല്ല അവനൊരു പുരോഹിതനോ, അതുമല്ലെങ്കിൽ ലോകക്കാർക്ക് അവനൊരു റബ്ബിയോ ആയിരുന്നില്ല. അവൻ ലോകക്കാർക്ക് ഒരു വിശ്വാസഘാതകനായിരുന്നു. എന്നാൽ ദൈവം തന്റെ വചനത്തെ അവനിലൂടെ തീർച്ചപ്പെടുത്തിയിരുന്നു. അതവനെ ഇമ്മാനുവലാക്കി. അവന്റെ തിരിച്ചറിയിക്കൽ അതായിരുന്നു. ഇപ്പോഴിവിടെ മോശയിലൂടെ അവൻ എന്തു ചെയ്യുമെന്നും യേശുവിലൂടെ അവൻ എന്തു ചെയ്യുമെന്നും പണ്ട് പറഞ്ഞിരുന്നതിനെ ഇവിടെ കൃത്യമായും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ നാം നാടകരൂപത്തിൽ പറഞ്ഞതുപോലെ അവൻ പത്രോസിനെ കണ്ടുമുട്ടി. അവന്റെ പേരെന്തായിരുന്നു എന്നവനോട് പറഞ്ഞു. ഇപ്പോൾ അവൻ പത്രോസിനെ കണ്ടുമുട്ടി. ശ്രദ്ധിക്കുക, പത്രോസിനുള്ള അവന്റെ മിശിഹാത്വത്തിന്റെ തിരിച്ചറിയിക്കൽ ഈ അടയാളമായിരുന്നു. എന്തെന്നാൽ വചനം അങ്ങനെ പറഞ്ഞിരുന്നു, നമ്മുടെ കർത്താവായ ദൈവം ഒരു പ്രവാചകനെ ഉയർത്തും. ഇതാ പത്രോസ് കടന്നു വന്നു. അന്നവൻ ശിമയോനായിരുന്നു. അവനായിരുന്നിടത്തേക്ക് കടന്നു വന്നു. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ പേര് ശിമയോനാകുന്നു, നീ യോനയുടെ മകനാണ്. അത് മോശെ വാഗ്ദത്തം ചെയ്തിരുന്ന വചനമായ ക്രിസ്തുവിന്റെ സവിശേഷതയെ അത് തിരിച്ചറിയിച്ചിരുന്നു. ആ അടയാളം യേശുവിനെ മിശിഹയായി തിരിച്ചറിയിക്കുന്നു എന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു. അവസാന ദിവസങ്ങളിലേക്കുള്ള അഭിഷേകം ദൈവം ക്രിസ്തുവിലായിരുന്നു. നാഥനയേലിന് ഓർക്കൂ, അവൻ ശിമയോന്റെ പേര് അവനോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, നാഥനയേലിനോട് അവൻ എന്തു ചെയ്തെന്ന് പറഞ്ഞു? ഞാൻ നിന്നെ കണ്ടപ്പോൾ നീ മരത്തിന്റെ ചുവട്ടിലായിരുന്നു.
അത് അവനെ മിശിഹയാണെന്ന് തിരിച്ചറിയിച്ചു. പറഞ്ഞു, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ്. അവൻ മിശിഹയായിരിക്കണം എന്ന വാഗ്ദത്ത വചനത്തെ അവൻ തന്റെ സവിശേഷതയാൽ തിരിച്ചറിയിച്ചിരുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു പ്രവാചകനെ ഉയർത്തും. കിണറ്റിങ്കരയിലെ സ്ത്രീ അവൾ എന്തായിരുന്നു എന്ന് അവൻ അവളോട് പറയുകയും അത് ഈ വാഗ്ദത്തം ചെയ്തിരുന്ന വചനമായ മിശിഹയാണെന്ന് തിരിച്ചറിയിച്ചു. കാണുന്നോ, അവന്റെ സവിശേഷതകൾ വചനം തിരിച്ചറിയിക്കുന്നതായിരുന്നു. വചനം ദൈവമായിരുന്നു എന്ന് അവന്റെ സവിശേഷതകൾ കാണിച്ചിരുന്നു. അങ്ങനെ തന്നെ ദൈവം ക്രിസ്തുവിൽ തിരിച്ചറിയിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഉറിച്ചെടുത്തുകൊള്ളുക. പത്രോസിനോട് അവന്റെ പേര് പറഞ്ഞുകൊണ്ട് അവനെ തിരിച്ചറിയിച്ചു. നാഥനയേലിനോട് അവൻ എന്ത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തിരിച്ചറിയിച്ചു. അവൻ സ്ത്രീയോട് അവൾ എന്തായിരുന്നു എന്ന് അറിയിച്ചുകൊണ്ട് അവൻ തിരിച്ചറിയിച്ചു. എന്താണ് അവൻ ആരായിരുന്നു, അവൻ എന്തു ചെയ്തു, അവൾ എന്തായിരുന്നു? അത് മിശിഹായുടെ സവിശേഷതയാണെന്ന് കാട്ടേണ്ടതിന് അവൻ തന്റെ മിശിഹാത്വത്തിന്റെ സവിശേഷതയെ തിരിച്ചറിയിച്ചു. ആ സ്ത്രീയും അതേ കാര്യം തന്നെ പറഞ്ഞതിലേക്ക് നോക്കുക. യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. 400 വർഷങ്ങളായി ഞങ്ങൾക്ക് പ്രവാചകന്മാരില്ല. ഞങ്ങൾക്ക് അനേകം പള്ളികളുണ്ട്, അനേക വിഭാഗീയ സഭാവ്യത്യാസങ്ങളും സംഭ്രമങ്ങളുമുണ്ട്. എന്നാൽ 400 വർഷങ്ങളായിട്ട് ഞങ്ങൾക്കൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല. മിശിഹ വരുമ്പോൾ ഇതായിരിക്കും അവനെ തിരിച്ചറിയിക്കുന്നത് എന്ന് ഞങ്ങൾ അറിയുന്നു. അവൻ പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ അവൻ. അതിനെപ്പറ്റി ഒരു തീർച്ചയില്ലായ്മയുമില്ല. ഞാൻ തന്നെ അവൻ. അതവനെ തിരിച്ചറിയിച്ചിരുന്നു. രക്തസ്രവമുണ്ടായിരുന്ന സ്ത്രീ അവൻ വചനമാണെന്ന് തിരിച്ചറിയിച്ചു. എങ്ങനെയാണ്? അവളുടെ വിശ്വാസം അവനെ തൊട്ടപ്പോൾ അവൻ ചെയ്ത കാര്യത്താൽ അവൻ ചുറ്റിനും തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്നെ തൊട്ടതാരാണ്? എന്തോ സംഭവിച്ചു എന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് യേശുവിനെ മിശിഹയായി തിരിച്ചറിയിച്ചിരുന്നു. അവൾ അത് വിശ്വസിച്ചിരുന്നു. അവൾ പറഞ്ഞു, എനിക്ക് അവന്റെ വസ്ത്രത്തിലെങ്കിലും തൊടാനായാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. അവൾ തൊട്ടയുടൻ തന്നെ അവൻ തിരിഞ്ഞു ചോദിച്ചു, ഇപ്പോൾ എന്നെ തൊട്ടതാരാണ്? അപ്പോൾ അവരെല്ലാവരും ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ അവന്റെ മിശിഹാത്വത്തിന്റെ സവിശേഷത, ആമേൻ. പള്ളിയിൽ കൂടിയിരിക്കുന്നവർ നിങ്ങളത് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാം അവസാനിപ്പിക്കുകയാണ്. കേൾക്കൂ, അവൾ അവനെ തൊടുന്നു. ചിലപ്പോൾ അവിടെ 100 കണക്കിന് ആളുകൾ അവനെ തൊടാൻ ശ്രമിക്കുന്നുണ്ടാകാം. പത്രോസ് അവനെ ശകാരിക്കുകയും ചെയ്യുന്നുണ്ട്. ചോദിച്ചു, അതെ, നിന്നെല്ലാവരും തൊടുന്നുണ്ടല്ലോ. അവൻ പറഞ്ഞു, അതെ, എന്നാൽ എന്നെ ആര് വ്യത്യസ്തമായി തൊട്ടിരിക്കുന്നു? അതാണ് വ്യത്യാസം. ആ വിശ്വാസം തൊട്ടു. കാണുന്നോ? പറഞ്ഞു, ആരോ എന്നെ തൊട്ടു. അതൊരു വ്യത്യസ്തമായ തൊടലായിരുന്നു. എനിക്ക് ക്ഷീണം അനുഭവപ്പെട്ടു. എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു. എന്നിൽ നിന്നും വീര്യം പുറപ്പെട്ടു പോയി. ഇപ്പോൾ അവിടെ അവൻ നിൽക്കുകയാണ്. അവന്റെ സ്വന്തം അപ്പോസ്തലന്മാർ പോലും പറയുകയാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, നീ പറയുന്നത് കേട്ടാൽ നീ ഏതോ ചുമതലാബോധമില്ലാത്തവനാണെന്ന് തോന്നും. ജനങ്ങളെല്ലാം നിന്നെ തൊടുന്നുണ്ടല്ലോ. ഇത് ശ്രദ്ധിക്കൂ. ഇപ്പോൾ അവന്റെ തിരിച്ചറിയിക്കലിനെ ശ്രദ്ധിക്കൂ. അവൻ ചുറ്റും തിരിഞ്ഞ് ജനസഞ്ചയത്തിനിടയിലൂടെ നോക്കി. അവൻ അവളെ അവിടെ വെച്ച് തന്നെ വേർതിരിച്ചു. പിന്നെ അവളെ മറച്ചു വയ്ക്കാനായില്ല. അവളുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവളുടെ വിശ്വാസം അവളെ രക്ഷിച്ചിരിക്കുന്നു. ഇതിനാൽ അവൾക്കറിയാനായി എബ്രായ 4:12 വചനം വിചാരങ്ങളെയും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും വിവേചിക്കുന്നു. അവന്റെ സവിശേഷത അവൻ തന്നെ. ദൈവത്തിന്റെ വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് തിരിച്ചറിയിച്ചു. ആമേൻ. അതേ കാര്യം തന്നെ അവനെ ഇന്ന് രാത്രിയും തിരിച്ചറിയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റപ്പെടാത്തവൻ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. എബ്രായർ 13:8 സത്യമായിരിക്കുന്നത് പോലെ അവന്റെ സവിശേഷത അവൻ അന്ന് ചെയ്തതുപോലെ അതേ വിധത്തിൽ ചെയ്തുകൊണ്ട് ഇന്നും അവനെ തിരിച്ചറിയിക്കും. പുനരുത്ഥാനത്തിന് ശേഷം ക്ലയപ്പാവിനെയും സംഘത്തെയും നോക്കുക. അവൻ അപ്പത്തെ മുറിച്ച് അതേ രീതിയിൽ തന്നെ അവനെ തിരിച്ചറിയിച്ചു. അവനെ ക്രൂശിൽ തറയ്ക്ക് മുമ്പ് ചെയ്ത അതേ വിധത്തിൽ തന്നെ അവൻ അപ്പോഴും ചെയ്തു. അപ്പോൾ അവർ അതവന്റെ സവിശേഷതയെ തിരിച്ചറിയിച്ചു. എന്നാൽ ആ വിധത്തിലാണ് അവൻ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ അവൻ ഇവിടെയായിരുന്നാൽ അവൻ എങ്ങനെ സ്വയം തിരിച്ചറിയിക്കും? അവൻ ഇന്നലെ ചെയ്ത അതേ വിധത്തിൽ തന്നെ. കാരണം അവൻ ഇന്നും അതേപോലെ ആയിരിക്കുന്നു. അതുമല്ല, എന്നേക്കും അങ്ങനെയായിരിക്കും. അതാണ് തിരിച്ചറിയിക്കൽ. എബ്രായർ 4:14-15 അവനിപ്പോൾ പറയുന്നത്, അവൻ നമ്മുടെ മഹാപുരോഹിതനായി നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്. ഇപ്പോൾ തന്നെ അവൻ നമ്മുടെ മഹാപുരോഹിതനാകുന്നു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം, അവന്റെ മരണത്തിന് ശേഷം, അവന്റെ അടക്കത്തിന് ശേഷം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, അവന്റെ സ്വർഗാരോഹണത്തിന് ശേഷവും ആമേൻ അവനിപ്പോഴും
ഇന്നലെയും ഇന്നും എന്നേക്കും ഒരു മഹാപുരോഹിതനായി നമ്മുടെ ബലഹീനതകളെ വികാരങ്ങൾ തൊടാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനായിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ തന്നെ അവൻ അതാകുന്നു. ഇവിടെ ആയിരുന്നു വിശ്വസിക്കുന്ന ഓരോ പുരുഷനും സ്ത്രീക്കും ആയിരിക്കും. അവൻ നമ്മുടെ മഹാപുരോഹിതനായി ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്നു. അവൻ എന്നേക്കും ജീവിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു? അവന്റെ സവിശേഷതകൾ അവൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന ദിവസങ്ങൾ എന്ന പോലെ തന്നെ തിരിച്ചറിയിക്കുന്നു. അവൻ ഇന്ന് രാത്രിയിലും ഇവിടെ പരിശുദ്ധാത്മ രൂപത്തിലായിക്കൊണ്ട് ജീവിക്കുന്നു. അവൻ എന്നേക്കും ജീവിക്കും. അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എങ്കിൽ അവന്റെ സവിശേഷതകൾ സദാസമയത്തും പ്രവർത്തിച്ചതുപോലെ തന്നെ അവനെ പിൻപറ്റിക്കൊണ്ടിരിക്കും. അതായത് ദൈവം പണ്ട് വിവിധ വിധങ്ങളിൽ പിതാക്കന്മാരോട് പ്രവാചകൻ മൂലവും ഈ അവസാന ദിവസങ്ങളിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ സംസാരിക്കുന്നതിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഞാൻ ഇത്രത്തോളം സംസാരിച്ചെന്ന് ഞാൻ തന്നെ അറിഞ്ഞില്ല. അതങ്ങനെയായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. ഞാൻ നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മഹാൻ കൃപാലുവായ ദൈവമേ, കർത്താവേ, ഞാൻ വളരെ കൂടുതൽ സംസാരിച്ചു പോയെന്നിരിക്കാം. ഞാനത് ചെയ്തു പോയെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ക്ഷമ ചോദിക്കാൻ എനിക്ക് കഴിയില്ല. നീ നിന്റെ വചനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ നിന്നിൽ നിന്നും ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം കർത്താവെ ഇവിടെയുള്ള ഓരോരുത്തരും ഇന്ന് രാത്രിയിൽ അത് കാണാനിടയാകട്ടെ. ഇന്നും നീ മഹാനായ മഹാപുരോഹിതനായിരിക്കുന്നു എന്നവർ കാണുമ്പോൾ രോഗികൾ സൗഖ്യമാകാനിടയാകട്ടെ. അടുത്ത ചില നിമിഷങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ സന്ദേശത്തെ വീണ്ടും നീ തന്നെ വാസ്തവമായി ജീവിപ്പിക്കണമേ. കർത്താവെ, വചനത്താൽ ഞാൻ എന്തിനായിട്ടാണ് പറഞ്ഞതെന്ന് ഇന്ന് രാത്രിയിൽ നിന്റെ സവിശേഷതയാൽ നീ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനായിരിക്കുന്നു എന്ന് ഞങ്ങളുടെ തിരിച്ചറിയിക്കണമേ. ഇത് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഒരു നിമിഷം മാത്രം ഞാൻ അല്പം താമസിച്ചു പോയി. നിങ്ങളെല്ലാവരും ഒരു 15-20 നിമിഷം ഒരു ചെറിയ പ്രാർത്ഥന ഉണ്ടാക്കുന്നവരെ കാത്തിരിക്കാൻ തയ്യാറാണോ? നിങ്ങളത് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ കൈവർത്തി പറയൂ. ശരി, നന്ദിയുണ്ട്. ഞാൻ നിങ്ങളെ 9:30 പറഞ്ഞയക്കാം എന്ന് വാക്ക് തന്നിരുന്നു. ആ സമയം ഇപ്പോഴായിരിക്കുന്നു. ഇപ്പോൾ മുതൽ 20 നിമിഷം നിങ്ങൾ എനിക്ക് 10 മിനിറ്റ് തന്നാൽ ഞാൻ വളരെ വേഗത്തിൽ അത് ചെയ്യും. നമുക്ക് നോക്കാം. ഇന്നവർ കൊടുത്ത പ്രാർത്ഥനാ കാർഡുകളെ എന്ത് ചെയ്തു? എന്താണ് കഴിഞ്ഞ രാത്രി തുടങ്ങിയത്? എവിടെ നിന്നാണ്? ഒന്നാണോ? അതൊന്നായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ. പിന്നെ നമ്മൾ കഴിഞ്ഞ രാത്രികൾ നാം ഇങ്ങനെ പരിശുദ്ധാത്മാവ്, ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഇന്ന് ഞാൻ തിരികെ കേൾക്കുകയായിരുന്നു. അതിൽ ചില ഫ്രഞ്ച് ഭാഷയിലെ പേരുണ്ടായിരുന്നു. ഞാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് ചെയ്യാനാവുന്ന ഏക വഴി അതാണ്. കാത്തിരുന്ന് കാണുക. നോക്കൂ, ചില നേരങ്ങളിൽ നിങ്ങൾ ദർശനം കാണുമ്പോൾ അതിനെ തിരികെ വന്ന് പരിഭാഷപ്പെടുത്തേണ്ടതായി വരുന്നു. അത് വ്യാഖ്യാനിക്കുന്നതാണ്. ഒരു ദർശനം ഇങ്ങനെ നിങ്ങളൊരു ആടിനെ കാണുന്നു. അത് അർത്ഥമാക്കുന്നത് അതിന്റെ രോമമെന്നാകാം. നോക്കൂ, നിങ്ങൾക്കതിന്റെ പരിഭാഷയിൽ ലഭിക്കേണ്ടതുണ്ട്. നോക്കൂ, ആ ദർശനത്തെ തിരിച്ചിട്ട് അതിനെ പരിഭാഷപ്പെടുത്തുകയും ചെയ്യുന്നു. എനിക്ക് ആ ഫ്രഞ്ചിലുള്ള പേരുകളെ കഴിഞ്ഞ രാത്രി ഉച്ചരിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഞാനതിൽ അക്ഷരങ്ങളെയാണ് പറഞ്ഞത്. ആഫ്രിക്കയിലും വിഗ്രഹാരാധികളും മഞ്ഞ നിറത്തോടുകൂടി ആഫ്രിക്കക്കാരും മറ്റുള്ളവരുടെയിൽ വെച്ച് അതവരുടെ പേര് ശരിയായി പറയുകയും അവരുടെ ഭാഷയിൽ തന്നെ അവർ ആരാണെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. നിങ്ങൾ അക്ഷരമായി പറഞ്ഞ ഉടൻ തന്നെ അവർ അതെന്തായിരുന്നു എന്ന് അവർ അറിയണമായിരുന്നു. എന്നാൽ നോക്കൂ, അവൻ എല്ലാ ഭാഷയും അറിയാം. അവൻ നിത്യനായ ദൈവമാകുന്നു. നമുക്ക് ഇന്ന് രാത്രി തുടങ്ങാം. നമുക്ക് ഓയിൽ നിന്നും 75 മുതൽ 100 വരെ എന്ന് പറയാം. എന്നാണ് അവൻ പറഞ്ഞത്. അതെ, ശരി. ആർക്കാണ് പ്രാർത്ഥനാ കാർഡ് 75 കിട്ടിയത്? ഞങ്ങൾ അത് കാണിക്കുമോ? ഓയിലാണ് പ്രാർത്ഥനാ കാർഡ് 75. അത് ആർക്ക് കിട്ടിയാലും ശരി, നിങ്ങളുടെ കൈ ഉയർത്തിയാലും ശരി. നേരെ ഇവിടെ വരൂ. 75, 80, 85, 90, 95, 100. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതുവഴി വരൂ. ശരി, വളരെ വേഗം ഇവിടെ നേരെ നിരയായി നിൽക്കൂ. കാരണം ഞങ്ങൾക്ക് സമയക്കുറവുണ്ട്. നിങ്ങൾ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ കാർഡിലേക്ക് നോക്കൂ. നിങ്ങളുടെ അടുത്തിരിക്കുന്നയാളിന്റെ പ്രാർത്ഥനാ കാർഡിലേക്ക് നോക്കൂ. എന്താ, ആർക്കെങ്കിലും നടക്കാനാകാതെ ചുരുണ്ട് വലിഞ്ഞിരിക്കുന്നുണ്ടാകാം. അവരെ നേരെ എണീപ്പിച്ച് പ്രാർത്ഥനാ നിലയിൽ കടത്തിവിടൂ. അവർക്കും കെട്ടിയിട്ടുണ്ടെങ്കിൽ ഓയിലെ 75 മുതൽ 100 വരെ നിങ്ങൾ കഴിയുമെങ്കിൽ നേരെ ഇവിടെ വന്നിരുന്നാലും, നിങ്ങൾ എവിടെയായിരുന്നാലും, ബാൽക്കണികളിലോ അതല്ല എവിടെയായിരുന്നാലും നേരെ താഴേക്ക് വന്നാലും സമയം ലാഭിക്കാനാണ്. കഴിയുന്നൊരു പരമാവധി വേഗത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നേരെ നിരയിലേക്ക് വന്നാലും. ഇപ്പോൾ നിങ്ങൾ അവശേഷിക്കുന്നവർ, ഇവിടെ പ്രാർത്ഥനാ കാർഡ് കിട്ടിയിട്ടില്ലാത്തവർ, നിങ്ങളുടെ കൈ ഉയർത്തിക്കൊണ്ട് പറയുമോ, എനിക്കൊരു പ്രാർത്ഥനാ കാർഡ് കിട്ടിയിട്ടില്ല ബ്രദർ ബ്രഹാം. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു
നിങ്ങളുടെ കൈ ഉയർത്തിക്കാട്ടിയാലും. ഇപ്പോൾ ഓർക്കുക, ഞാൻ നിങ്ങളുടെ മഹാപുരോഹിതനെ കുറിച്ച് പറയാൻ പോകുന്നു. അവൻ ഒരു മഹാപുരോഹിതനായി നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കാൻ കഴിയുന്നവനാണ്. അവൻ യഹോവ ഈരയാകുന്നു. കർത്താവ് ബലിയെ കരുതിക്കൊള്ളും. അവൻ യഹോവ റാഫയാകുന്നു. കർത്താവ് നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു? അവൻ യഹോവ മനശ്യാകുന്നു. ഒരു പരിച, ഒരു കവചം, നമ്മുടെ സമാധാനം അവൻ ഇപ്പോഴുമാകുന്നു. അതെ, യഹോവയുടെ ആ എല്ലാ പാപമുക്തമാക്കുന്ന പേരുകളും യേശുവിന് മേൽ പ്രായോഗികമാക്കുന്നു. എത്ര പേർ അറിയുന്നു? തീർച്ചയായും അവനതായിരിക്കണം. അവനെന്താണ്? അവയെ വിഘടിക്കാനാകില്ല. അതിനാൽ അവൻ അവയെല്ലാമായിരിക്കണം. അവൻ ഇന്നും യഹോവ ഈരയായും യഹോവ റാഫയും ആയിരിക്കുന്നു. അവൻ യഹോവ ഈരയാണെങ്കിൽ അവൻ യഹോവ ഈരയെന്നാൽ രക്ഷയ്ക്കായി കർത്താവ് തന്നെ ബലിയെ കരുതും. അത് കഴിഞ്ഞ് അവൻ യഹോവ റാഫയായി നമ്മുടെ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവരുമായിരിക്കുന്നു. ആമേൻ. സൗഖ്യം ദൈവത്തിൽ നിന്ന് മാത്രമേ കടന്നു വരുന്നുള്ളൂ. ശരി, ജനങ്ങൾ നിരയുണ്ടാക്കുമ്പോൾ അവർ ആരാണെന്നും അവർ എന്താണെന്നും എനിക്ക് നോക്കാനുള്ള സമയമില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ ഉള്ളവരിൽ എനിക്ക് നിങ്ങളെ അറിയില്ല എന്നുള്ളവർ നിങ്ങളെ കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞാലും എനിക്ക് ദൈവത്തിന് ഒരാവശ്യമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എന്നെ അറിയില്ല ബ്രദർ ബ്രൺഹാം, എനിക്ക് ദൈവത്തിന് ഒരാവശ്യമുണ്ട്. ഞാൻ എന്റെ കൈ ഉയർത്തിക്കാട്ടാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ അല്പനിമിഷം ഇരിക്കുമെങ്കിൽ ശ്രദ്ധിക്കൂ. വളരെ സൂക്ഷ്മതയോടെ, വളരെ ശാന്തമായി നിശബ്ദരായിരിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ മറ്റൊന്നും അർത്ഥമാക്കുന്നില്ല. കർത്താവ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതാണ് ആരാധന. എന്നാൽ ഞാൻ അർത്ഥമാക്കുന്നത് എന്താണെന്നാൽ ചാടി എഴുന്നേറ്റ് ചുറ്റുമോടുക, അത് അനാദരവാണെന്ന് നിങ്ങൾ അറിയുന്നു, കാണുന്നു. അതുമല്ല, പരിശുദ്ധാത്മാവ് വളരെ ശൗര്യം കുറഞ്ഞതാണ്, വളരെ ശൗര്യം കുറഞ്ഞത് കാണുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടാകുമ്പോൾ എന്നെ വിട്ടുപോകുന്നു. നോക്കൂ, അപ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് മല്ലിടേണ്ടി വരുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവന്റെ ആദ്യത്തെ വാഗ്ദത്തം നിങ്ങൾ ഓർക്കുന്നു. ജനങ്ങളെ നിന്റെ മേൽ വിശ്വസിപ്പിക്കുക, അതിനുശേഷം ആത്മാർത്ഥമായിരിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ യാതൊന്നും നിൽക്കുകയില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് ശരിയാണ്. അതുമല്ല, അത് ഇന്നുവരെയും തോൽവി അടഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. തോൽവി അടയുകയുമില്ല. അത് ദൈവമാകുന്നു. ജനങ്ങൾ കൂടുതലായിരിക്കുന്ന കാരണത്താൽ ഇപ്പോൾ നാം പ്രാർത്ഥനാ നിലയിലേക്ക് ധൃതിയിൽ കടന്നിട്ട് നമുക്ക് കഴിയാവുന്നവരിലേക്ക് കടക്കാൻ നോക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥനാ കാർഡുണ്ടായിട്ടും ഇന്ന് രാത്രി വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാർഡുകളെ വെച്ചുകൊള്ളുക. ഞങ്ങൾ നിങ്ങളെയും എടുക്കാൻ പോകുന്നു. ശരി, പ്രാർത്ഥനാ കാർഡില്ലാതെ അവിടെ ആയിരിക്കും നിങ്ങൾ ഓർത്തിരിക്കുക. അഥവാ അവിടെ ആയിരിക്കും നിങ്ങൾക്കൊരു പ്രാർത്ഥനാ കാർഡുണ്ടോ ഇല്ലയോ എന്നല്ല. അവൻ എബ്രായരുടെ 4 പറയും പോലെ ഇന്നുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. അവൻ മഹാപുരോഹിതനായി നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നോക്കൂ, അവൻ ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുന്നുവെങ്കിൽ അവൻ സൊദോമിന്റെ നാൾക്കൾ ചെയ്തതുപോലെ യഹോവ തന്നെ സ്വയം അവന്റെ ജനങ്ങളിലായിക്കൊണ്ട് പ്രതിനിധീകരിക്കുന്നു എന്ന് കാണുക. ശരി, ശരി സാർ, ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ വളരെ വിനയത്തോടായിരിക്കുക. ഇപ്പോൾ ഇത് ഓർക്കുക, ദൈവത്തിൽ നിന്നുള്ള ഒരു വാക്ക് ആരെന്തു പറയുന്നതിലും വലുതാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യൻ, എനിക്ക് അയാളെ അറിയില്ല. ഞാൻ ഊഹിക്കുന്ന അയാൾ, താങ്കൾ എനിക്കൊരു അപരിചിതനാണ്. നിങ്ങളാണോ സാർ? താങ്കൾ ഒരു അപരിചിതനാണ്. നമുക്കൊരു കാര്യം അറിയാം, നാം രണ്ടാളും ഒരു നാൾ ദൈവത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. മനുഷ്യനായി നമുക്ക് അവിടെ വെച്ച് സന്ധിക്കേണ്ടി വരും. ഇത് നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടലാണ്. ഇപ്പോൾ നിങ്ങൾ രോഗിയായിട്ട് നിങ്ങളിവിടെ വന്നിരിക്കുന്നതോ എനിക്കറിയില്ല. ഒരുപക്ഷെ അത് മറ്റെന്തെങ്കിലും ആകാം. നോക്കൂ, എന്നാൽ ഞാൻ നിങ്ങളുടെ മേൽ കൈവച്ചിട്ട് പറയുകയാണ്, കർത്താവിന് സ്തുതിയായിരിക്കട്ടെ, പോകൂ, സൗഖ്യമാകൂ. അത് ശരി തന്നെ, നിങ്ങളത് വിശ്വസിക്കണം. എന്നാൽ നിങ്ങളിലെ കുഴപ്പമെന്താണെന്ന് അവൻ നിങ്ങളോട് പറഞ്ഞാൽ എന്താ? നോക്കൂ, അതാണ് വ്യത്യാസം. അപ്പോൾ അത് അവന്റെ സവിശേഷത തിരിച്ചറിയിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നു. നോക്കൂ, അതെന്റെ സവിശേഷത ആയിരിക്കില്ല. ഞാനൊരു മനുഷ്യനാണ്. എനിക്ക് അവനെ പറ്റി യാതൊന്നും അറിയില്ല. ഞാൻ അവനോട് പറയുന്നു എന്നേ ഉള്ളൂ. എനിക്ക് നിങ്ങളെ അറിയില്ല, അവന് എന്നെയും അറിയില്ല. എന്നാൽ അതെന്തു ചെയ്യുന്നു? അത് യേശു ക്രിസ്തുവിന്റെ സവിശേഷത ഇന്നലെയും ഇന്നും എന്നേക്ക് മാറ്റമില്ല തിരിച്ചറിയിക്കുന്നു. അത് എന്നിൽ നിന്നല്ല എന്നറിഞ്ഞുകൊണ്ട് എന്നിൽ നിന്നായിരിക്കില്ല. കാരണം എനിക്ക് ആ മനുഷ്യനറിയില്ല. ഇവിടെ ആ വചനമുണ്ട്, ഞാൻ എന്റെ കൈ ഉയർത്തും, കാണുന്നോ? എനിക്ക് അവനെ അറിയില്ല, അവൻ എന്നെയും അറിയില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സവിശേഷത, യേശു ഇവിടെ നിന്നിരുന്നെങ്കിലും അവൻ രോഗിയാണ്. അവൻ ഇങ്ങനെ പറയുന്നു വന്നിരിക്കൂ, കർത്താവായ യേശുവേ, എന്നെ സൗഖ്യമാക്കണമേ. അവനോട് യേശു എന്ന് പറയുമായിരുന്നു, ഞാനത് ആദ്യമേ ചെയ്തു കഴിഞ്ഞു. അത് ശരിയല്ലേ? അവൻ നമ്മുടെ അതിക്രമങ്ങൾക്കായി മുറിവേറ്റു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. എപ്പോഴെങ്കിലും ചെയ്യാനാകുമായിരുന്ന സകല വീണ്ടെടുപ്പും കാൽവരിയിൽ വെച്ച് അവസാനിച്ചു. അവിടെ മുതൽ അത് വിശ്വാസമാണ്. അവസാനിച്ച പ്രവൃത്തിയെ വിശ്വസിക്കുക. അത് ശരിയല്ലേ? ഇപ്പോൾ യേശു ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അവന്റെ വചനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെയാണ് നിങ്ങൾ അവന്റെ വചനത്തെ വിശ്വസിച്ചും കൊണ്ട് തിരികെ ആ എളിമയിലും വിശ്വാസത്തിലുമാകുക.
അവൻ എന്നെ ആ രാത്രി സന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവരുടെ ഹൃദയ രഹസ്യങ്ങളെ പോലെ നിനക്കറിയാൻ കഴിയുന്നവരിടത്തേക്ക് നീ വരുന്നതാണ്. കൈയാലുള്ള ആ ആദ്യ അടയാളം അവർ വിശ്വസിച്ചില്ലെങ്കിൽ അവർ ഇതിനെ വിശ്വസിക്കും. കാണുന്നു, അവർ അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ രക്തം ഭൂമിയെ ശപിക്കും. മോശ സമയത്തും ചെയ്തതുപോലെ തന്നെ പറഞ്ഞു. ആ 2 അടയാളങ്ങളും വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നിലത്ത് രക്തമൊഴിക്കുക. നോക്കൂ, നിലത്ത് വെള്ളമൊഴിക്കുക, അത് രക്തമായി തീരും. ഇപ്പോൾ കണ്ടുപിടിക്കാം. നിങ്ങളുടെ വിഷയം എന്താണെന്ന് നീ കണ്ടുപിടിക്കാനായാൽ അത് നിങ്ങളെ തൃപ്തിപ്പെടുത്തും, വിശ്വസിക്കാൻ ഇടയാക്കുകയും ചെയ്യും. അതങ്ങനെ ചെയ്യില്ലേ? അത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തു എന്ന വ്യക്തിയുടെ സവിശേഷതയായിരിക്കണം എന്ന് നിങ്ങൾ അറിയുന്നു. ഞാൻ അദ്ദേഹത്തെ നോക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ പിന്നോക്കം പോയി അവനെ നിഴലിട്ടിരിക്കുന്നു. മരുന്ന് മനുഷ്യനെ എപ്പോഴെങ്കിലും സഹായിച്ചിട്ടുണ്ട് എന്നൊരു കാര്യമില്ല. അവൻ മരിക്കാൻ പോവുകയാണ്. അത് ശരി തന്നെ. അവനൊരു ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നു. ആ ശസ്ത്രക്രിയ ഒരു നിസ്സഹായ അവസ്ഥയിൽ എത്തിക്കുന്നതായിരുന്നു. അത് ക്യാൻസറാണ്. ക്യാൻസർ നിങ്ങളിൽ മുഴുവനുമായി വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തി കാണിക്കൂ. ദൈവത്തിന് മാത്രമേ അവന് സൗഖ്യമാക്കാൻ കഴിയൂ. എന്നാൽ നോക്കൂ, ഞാൻ നിങ്ങളോട് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു സാർ. പിശാചിന് ഡോക്ടറുടെ കത്തിയിൽ നിന്നും ഒരുപക്ഷെ ഒളിക്കാനായി എന്ന് വരാം. അവന് ദൈവത്തിൽ നിന്നും ഒളിക്കാൻ സാധിക്കില്ല. നിങ്ങളത് വിശ്വസിക്കുന്നോ? നിങ്ങളത് വിശ്വസിക്കുന്നോ? എങ്കിൽ ഞാൻ യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അത് അവനെ വിട്ടുപോകാനിടയാകട്ടെ. ആ മനുഷ്യൻ ജീവിക്കാനിടയാകട്ടെ. ഒന്നുമില്ല, അല്പം ക്ഷീണിതനായിപ്പോയി. കുഴപ്പമൊന്നുമില്ല. നിങ്ങളും ഞാനും ഒരാൾ മറ്റേയാളിന് അപരിചിതരാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും കണ്ടുമുട്ടുന്നു. ഇപ്പോൾ ഒരു പുരുഷനായി എനിക്ക് നിങ്ങളെ അറിയില്ല. ചിലപ്പോൾ ഒരു സ്ത്രീയായിട്ട് എന്റെ പേരോ ചിത്രമോ അങ്ങനെയുള്ള വല്ലതൊന്നും കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നിങ്ങൾക്കും എന്നെ അറിയാവുന്നവരില്ല. നമുക്ക് 2 ആൾക്കും തമ്മിൽ അറിയില്ല. അതാണ് നമ്മുടെ സവിശേഷതകൾ. നമുക്ക് 2 ആൾക്കും ഒരാളിന് മറ്റേയാളിന്റെ സവിശേഷതകളെ അറിയില്ല. എന്നാൽ ക്രിസ്തുവിന് സവിശേഷത, അവൻ വചനമാകുന്നു. വചനം ഈ കാലത്തിലേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചത് നിങ്ങൾ കേട്ടിരിക്കും. അപ്പോൾ അവന്റെ സവിശേഷതകൾ അവൻ ഇവിടെയുണ്ടെന്ന് തിരിച്ചറിയിക്കും. ഞാൻ അവനെ തിരിച്ചറിയിക്കുമെന്നല്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? നമ്മുടെ കൂട്ടായ്മയ്ക്കത് മനസ്സിലായോ? ഞാനൊരു മനുഷ്യനാണ്. ഞാൻ നിങ്ങളുടെ ഒരു സഹോദരൻ മാത്രമാകുന്നു. കിണറ്റിൻകരയിലെ സ്ത്രീയെ പോലെ തെറ്റായിരുന്നു എന്തെങ്കിലും പറയുന്നെങ്കിലും എന്തോ ചിലത് നിങ്ങൾ തെറ്റായിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടി ഇവിടെ ആയിരുന്നാലും അതിന്റെ ന്യായാധിപൻ ദൈവം മാത്രമായിരിക്കട്ടെ. നിങ്ങൾ രക്തക്കുറവനാൽ കഷ്ടപ്പെടുന്നു. അത് ശരിതാണ്. അങ്ങനെയല്ലേ? എന്നിൽ തുടർച്ചയായി അത് വന്നിരിക്കുന്നു. ഞാൻ അത് അനുമാനിക്കുന്നു എന്ന് ആരോ അതേപ്പറ്റി ചിന്തിക്കുകയാണ്. ഞാൻ അത് ഊഹിക്കുന്നതല്ല. വല്ലപ്പോഴുമൊക്കെ ആരോ അങ്ങനെ ചെയ്യുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ചിന്തകളെ ഇപ്പോൾ നിങ്ങൾക്ക് മറച്ചു വയ്ക്കാനാകുന്നതല്ല. ഇപ്പോൾ അവിടെയായി വളരെ മോശമായ 2 സംശയാലുക്കൾ ഇരിക്കുന്നത് ഞാൻ അറിയുന്നു. കാണുന്നോ? അതുകൊണ്ട് നിങ്ങളുടെ പേരുകളും എനിക്ക് വിളിച്ചു പറയാൻ സാധിക്കുമെന്ന് ഇപ്പോൾ ഓർക്കുക. ദൈവത്തിനത് കഴിയും. അതുകൊണ്ട് നിങ്ങളത് ചിന്തിക്കുന്നു ഉപേക്ഷിച്ച് കളയുക. ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. ഇവിടെ നോക്കൂ മകളെ, എന്നെ നോക്കിക്കേ. അവൻ നിങ്ങളോട് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ അവൻ എന്താകുന്നു എന്ന് ഞാൻ അറിയുന്നു. അതാണ് അവന്റെ സവിശേഷതയെ തിരിച്ചറിയിക്കുന്നത്. അതെ, അത് രക്തം, വെള്ളം, രക്തക്കുറവുള്ളത് തന്നെ. ഇപ്പോഴിവിടെ എന്തോ ചിലത് കൂടെയുണ്ട്. നോക്കൂ, ഇത് ഊഹിക്കുന്നതാണ് എന്നവർ ചിന്തിക്കുന്നെങ്കിൽ പ്രാർത്ഥനയ്ക്കായി നിങ്ങളൊരു കുട്ടിയെയും കൂടെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. അത് ശരിയാണ്. അത് അതിന്റെ തൊണ്ടയിലാണ് പിടിച്ചിരിക്കുന്നത്. ഗളഗ്രന്ഥി, മൂക്കിനുള്ളിലെ വീക്കം, അതൊരു ശസ്ത്രക്രിയ വരെ എത്തിയിരിക്കുന്നു. അത് ശരിയല്ലേ? ആ തൂവാലയെടുത്ത് അതിന്റെ മേലിടുക. അതിനുശേഷം വിശ്വസിക്കുക. സംശയിക്കരുത്. അതിനൊരു വ്യാഖ്യാനവും വേണ്ട. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കുക. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഈ സ്ത്രീ ഇവിടെ ആയിരിക്കുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് എന്തിനെ കുറിച്ച് ഭയമാകുന്നു? ജനസമയത്ത് ചർമ്മത്തിലുണ്ടാകുന്ന അടയാളം ഒരു ക്യാൻസറായി തീരുമോ എന്നതിനാലാണ് നിങ്ങൾ ഭയപ്പെടുന്നത്. ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ട് പോവുക. അത് ആ രീതിയിലാകില്ല. ഇപ്പോൾ തന്നെ മുഴു ഹൃദയത്തോടും കൂടി വിശ്വസിച്ചുകൊണ്ട് പോവുക. സവിശേഷതകൾ എന്റേതല്ല, അത് അവന്റേതാണ്. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നോ? അതെല്ലാവരെയും വിശ്വസിപ്പിക്കുമോ? എനിക്ക് നിങ്ങളെ അറിയില്ല. ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാണ്. ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നോ? എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്കറിയാം. നിങ്ങൾക്കും എന്നെ അറിയില്ലെന്ന് നിങ്ങൾ അറിയുന്നു. അതുകൊണ്ട് സംസാരിക്കുന്ന ഈ ആത്മാവ് എന്റേതാകാനിടയില്ലെന്ന് നിങ്ങൾ അറിയുന്നു. കാരണം ഞാനൊരു മനുഷ്യനാണ്. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നാൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന വചനത്തിന്റെ സവിശേഷത, ആ വചനം ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. നിങ്ങൾ നന്നേ രോഗിയാണ്. നിങ്ങൾക്ക് സ്ത്രീകൾക്കുള്ള പ്രശ്നമുണ്ട്. അതൊരു ഗർഭാശയമായിരുന്നു. ആ ഗർഭാശയത്തിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. നിങ്ങൾ പോയി ഏതോ വിധത്തിലെ ചികിത്സാ സമ്പ്രദായമെടുത്തു. അതൊരു റേഡിയത്തിന്റെ ചികിത്സയായിരുന്നു. അത് ചെയ്ത ഏക കാര്യം അതിനെ എല്ലായിടത്തും വ്യാപിപ്പിച്ചു എന്നതാണ്. ദൈവം നിങ്ങളെ സൗഖ്യമാക്കിയില്ല എങ്കിൽ നിങ്ങൾ മരിച്ചു പോകും.
അത് ശരിയാണ്. അവൻ നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഡോക്ടറിൽ നിന്നും ഒളിച്ചിരുന്ന പിശാചിനെ സ്വർഗത്തിലെ ദൈവം ശാസിക്കാനിടയാകട്ടെ. അവന് റേഡിയത്തിൽ നിന്നും ഒരുപക്ഷെ ഒളിക്കാനാന്നിരിക്കാം, എന്നാൽ പരിശുദ്ധാത്മാവിൽ നിന്നും കഴിയില്ല. ഇപ്പോൾ പോകൂ സഹോദരി, അവനെ വിശ്വസിക്കൂ. ഒരിക്കലും സംശയിക്കരുത്, വിശ്വസിക്കൂ. ദൈവത്തിന് ആസ്മയുടെ അവസ്ഥയിൽ നിന്ന് സൗഖ്യമാക്കി നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നോ? നിങ്ങളത് വിശ്വസിക്കുന്നോ? എങ്കിൽ ആനന്ദിച്ചുകൊണ്ട്, നന്ദി കർത്താവേ, എന്റെ ആസ്മ നീങ്ങിപ്പോയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തിരികെ പോവുക. നിങ്ങൾക്ക് അങ്ങനെയുണ്ട്. നിങ്ങൾ പരിഭ്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ പരിഭ്രമം വളരെ നാളുകളായിട്ടാണ്. അവിടെ അത് നിങ്ങളുടെ കുടലിൽ ഒരു കുടൽ വ്രണം ഉണ്ടാക്കാനിടയാക്കി. അത് നിങ്ങൾക്ക് വയറുവേദന ഉണ്ടാക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ അത്താഴം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ചെയ്യുമോ? പോകൂ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ കഴിച്ചുകൊള്ളുക. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ കാഴ്ചയിൽ ഒരു നല്ല ആരോഗ്യമുള്ള മകളെയാണ്. ഞാൻ അവന്റെ ദാസൻ നിങ്ങൾ വിശ്വസിക്കുന്നു. അവന്റെ സവിശേഷത, ഈ ദിവസത്തിന്റെ വാഗ്ദത്തം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. സ്വയം അത് തന്നെ ഇവിടെയും ആയിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എനിക്ക് സൗഖ്യമാക്കാൻ കഴിയില്ല, അവനത് മുന്നമേ ചെയ്തിരിക്കുന്നു. എന്നാൽ അവന്റെ സവിശേഷതകളെ അവൻ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷമം എന്താണെന്ന് പറയാനും കഴിയുന്നു. നിങ്ങൾക്ക് ഒരു സ്ത്രീകളുടെ വിഷമമുണ്ട്, സ്ത്രീ സഹജമായ കുഴപ്പം. ദൈവം അതിപ്പോൾ തന്നെ സുഖമാക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ പോകുക. അത് നിങ്ങളെ ഇനി മുതൽ ശല്യപ്പെടുത്തില്ല. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കുക. എന്നെ അവന്റെ ദാസനായി നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിഷയം എന്താണെന്ന് ദൈവനോട് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവിന്റെ സവിശേഷതയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? അത് നിങ്ങളുടെ പുറകിലാണ്. ഇനി മുതൽ അതവിടെ ഉണ്ടാകില്ല. പോകൂ, നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കൂ. കടന്നു വരൂ മകളെ, നിങ്ങൾക്കും വയറുവേദന തന്നെയാണ്. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും വിശ്വസിച്ചുകൊണ്ട് പോയി അത്താഴം കഴിച്ചുകൊള്ളുക. അതിനെപ്പറ്റി മറന്നു കളയുക. യേശു ക്രിസ്തു നിങ്ങളെ സുഖപ്പെടുത്തുന്നു. വരൂ, നിങ്ങളുടെ വിഷമം നിങ്ങളുടെ രക്തത്തിലാണ്. നിങ്ങൾ ഒരു പ്രമേഹ രോഗിയാണ്. ദൈവം നിങ്ങളെ സുഖമാക്കുമെന്നും അതിൽ നിന്നും സൗഖ്യമാക്കുമെന്നും വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങളെ സുഖമാക്കുന്നു. പോകുക. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കുക. വരൂ, നിങ്ങളുടെയും പുറകുവശം, ആ പുറകുവശത്തെ ദൈവം സുഖമാക്കി നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവായ യേശുവേ നന്ദി എന്ന് പറഞ്ഞും ആനന്ദിച്ചുകൊണ്ട് തിരികെ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങളുടെയും പിൻവശത്ത് നിങ്ങൾക്കെന്തോ വിഷമമുണ്ട്. കർത്താവായ യേശുവേ ഞാൻ സുഖമായി, നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കുക. നിങ്ങൾക്കും പിൻഭാഗത്ത് തന്നെയാണ് വിഷമതയുള്ളത്. അതിനെപ്പറ്റി താങ്കൾക്ക് എന്തറിയാം? മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോയി സുഖം പ്രാപിച്ചുകൊള്ളുക. യേശു ക്രിസ്തു നിങ്ങളെ സുഖമാക്കുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചാൽ സകലതും സാധ്യമാണ്. ശരി, നിങ്ങളോട് ഞാൻ യാതൊന്നും പറയാതെ അടുത്തുപോയി അവളുടെ മേൽ കൈമാത്രം വെച്ചാലോ അവൾ സുഖപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? കുഴപ്പമെന്താണെന്ന് അവർ കാണുന്നു. അവൾക്കത് സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ വരൂ. യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ ഈ പിശാചിനെ നീരസത്തോടെ നോക്കുന്നു. ദൈവത്തിന് ശക്തി ഈ കുട്ടിയെ സൗഖ്യമാക്കാൻ ഇടവരട്ടെ. ആമേൻ. സംശയിക്കരുത്, ഒരിക്കലും സംശയിക്കരുത്. അവൾ സുഖമാകും. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും വിശ്വസിക്കുക. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു നാൾ നിങ്ങൾ സന്ധിവാദത്താൽ ഊന്നുവടിയിലായിരിക്കും. നിങ്ങളുടെ സന്ധിവാദത്തിൽ നിന്നും നിങ്ങളെ ദൈവം സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ പറയൂ, നന്ദി കർത്താവേ, നീ എന്നെ സൗഖ്യമാക്കി, ഞാൻ നിന്നെ വിശ്വസിക്കും എന്ന് പറഞ്ഞുകൊണ്ടേ പോകുക. ശരി, ഇപ്പോൾ വരൂ. ഇത് നിങ്ങളുടെ പ്രായത്തിലുള്ളതാണ്. നിങ്ങൾക്ക് പരിഭ്രമമുണ്ട്. നന്നേ സന്ധ്യാനേരം കഴിയുമ്പോൾ വളരെ പരിഭ്രമിച്ചു പോകുന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു. ഇനി മുതൽ നിങ്ങളെ അതൊരിക്കലും ഉപദ്രവിക്കില്ല. കർത്താവായ യേശുവേ നന്ദി എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ പോയിക്കൊള്ളുക. വരൂ സാർ. നിങ്ങളുടെ ഹൃദയത്തിന്റെ വിഷയത്തെ ദൈവത്തെ സൗഖ്യമാക്കാൻ കഴിയും വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തെ സുഖപ്പെടുത്തുമോ? കർത്താവേ നന്ദി, ഞാൻ എന്റെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് തിരികെ പോയിക്കൊള്ളുക. ദൈവം ടിവിയെയും സൗഖ്യമാക്കി സുഖപ്പെടുത്തുന്നു. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും കൂടെ നിങ്ങൾ വിശ്വസിക്കുമോ സാർ? ശരി, കർത്താവായ യേശുവേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ആനന്ദിച്ചുകൊണ്ട് പോവുക. അവിടെയായിരിക്കും നിങ്ങളെപ്പറ്റി എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നോ? ശ്രോതാക്കളെ പറ്റി എന്താണ്? ഇപ്പോൾ ശ്രോതാക്കളായിരിക്കുന്നവരിൽ ചിലർ വിശ്വസിക്കുന്നുണ്ട്. ഇതാ ഇവിടെ തന്നെ ശ്വസനനാള രോഗവുമായിട്ടൊരു മനുഷ്യരിക്കുന്നു. ആ ശ്വസനനാള രോഗത്തെ ദൈവത്തിൽ സുഖമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ശരി, എന്നാൽ നിങ്ങൾ എന്തു ചോദിച്ചുവോ അത് ലഭിച്ചിരിക്കുന്നു. ആമേൻ. രക്തസമ്മർദ്ദ കൂടുതൽ അദ്ദേഹത്തിന് തൊട്ട് പിന്നിലിരിക്കുന്നു. നിങ്ങളുടെ രക്തസമ്മർദ്ദ കൂടുതലിനെ ദൈവത്തിന് സുഖമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അത് നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു. സാർ, എനിക്ക് അയാളെ അറിയില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടുമില്ല. പറയൂ സാർ, നിങ്ങളുടെ മാംസപേശികളുടെ ആ കോച്ചൽ, നാഡീക്ഷോഭം ഉണ്ടാക്കുന്ന കോച്ചൽ, ദൈവം അതിനെ സുഖമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തി കാട്ടൂ.
ശരി, നിങ്ങളുടെ ഭാര്യ അവിടെ ഇരിക്കുന്നു. അവൾ വായുടെ കുഴപ്പത്തിൽ വിഷമിക്കുന്നു. അത് നിങ്ങളെ വിട്ടുപോകുന്നു. നിങ്ങളും കൂടെ വിശ്വസിക്കുന്നു സഹോദരി. നമ്മുടെ പുറകിലായിട്ടിരിക്കുന്ന മഹിള, അവൾക്ക് നാഡീവേദനയാൽ ഉണ്ടാകുന്ന നാഡി രോഗമുണ്ട്. അത് നിങ്ങളെയും കൂടെ വിട്ടുപോകാൻ വിശ്വസിക്കുന്നുണ്ട് സഹോദരി. ഇവിടെ കോട്ട് ധരിച്ചിരിക്കുന്ന ഒരു മകളെയുണ്ട്. ചുമന്ന കോട്ടാണ് ധരിച്ചിരിക്കുന്നത്. അവൾ ഇവിടെ ഇരിക്കുന്നു. അവൾക്കും വായിലാണ് വിഷമം. നിങ്ങളുടെ വായിലെ വിഷമത്തെ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉയർത്തിക്കാട്ടുക. യേശുക്കൾ സവിശേഷത ഇന്നു രാത്രിയിൽ നമ്മുടെ ഇടയിൽ തന്നെയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തിക്കൊണ്ട് പറയൂ, ഞാനത് വിശ്വസിക്കുന്നു. അവനെ നിങ്ങളുടെ സൗഖ്യദായകനായി സ്വീകരിക്കുന്ന ഏവരും എഴുന്നേൽക്കുന്നുകൊണ്ട് പറയൂ, ഞാനത് വിശ്വസിക്കുന്നു. അതെന്തായാലും നിങ്ങളുടെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കൂ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമല്ലാത്തനാകുന്നു. കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ അവനെ നിങ്ങൾക്ക് തരുന്നു.